എല്ലാവർക്കും നമസ്കാരം. വെള്ളത്തിൽ മീനുകളെ പോലെ, ഇതാണ് നമ്മുടെ ഈ സെഷൻ്റെ പേര്. നമുക്ക് കൂടെയുള്ളത് ഡോക്ടർ ഷാജി സാറ്, കൺസർവേഷൻ ബയോളജിസ്റ്റാണ്. ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം, റിട്ടയർ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സമയത്തും അതിനുശേഷം സാറ് ഫിഷ് ടാക്സോണമിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫിഷ് ടാക്സോണമിയിൽ സാർ PhD ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ശുദ്ധജല മത്സ്യങ്ങൾ എന്നൊരു പുസ്തകം സാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ പ്രിൻസിപ്പൽ സയൻറ്റിഫിക് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ടാക്സോണമി എന്ന് പറയുമ്പോൾ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ഫിഷ് ടാക്സോണമി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. ടാക്സോണമി എന്ന് പറയുമ്പോൾ നമ്മൾ ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ടാക്സോണമി ഒരു വളരെ ഡ്രൈ ആയൊരു സബ്ജക്റ്റായിട്ടാണ് പൊതുവേ കരുതപ്പെടുന്നത്. പക്ഷേ സാറിനോട് ആദ്യമായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയേറെ ടാക്സോണമിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അത്രയും എന്താ പറയുക, തന്മയത്വത്തോടെയാണ് ടാക്സോണമിയെ പറ്റി സാറ് സംസാരിച്ചത്. എങ്ങനെയാണ് സാർ ടാക്സോണമി ഇത്ര ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്? ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ആളുകൾ ചോദിക്കുന്ന പോലെയാണത്. ഞാൻ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെട്ടത് ശാസ്ത്രനാമങ്ങളെ അല്ല എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെട്ടത് പ്രാദേശിക നാമങ്ങളെയാണ്. പ്രാദേശിക നാമങ്ങൾ എന്ന് പറയുന്നത് ഒരു കർഷക ജനത അല്ലെങ്കിൽ ഒരു വിഭവം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രകൃതി വിഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും അതിനെക്കുറിച്ചുള്ള അറിവുകൾ അടുത്ത തലമുറയിലേക്ക് പകരാൻ വേണ്ടിയിട്ടുമായിരിക്കും മനുഷ്യൻ ആദ്യമായി പേരിട്ടിട്ടുണ്ടാവുക. ഇവിടെ ആദ്യം പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഒരു ടാക്സോണമിക്ക് എന്താണ് പ്രസക്തിയുണ്ട്. ഭാഷയെ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കിയത് പേരുകളാണ്. മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ചത് ഒരുപക്ഷെ പേരുകളായിരിക്കും. എല്ലാത്തിനും മനുഷ്യൻ പേരിടാൻ ശ്രമിച്ചു. എല്ലാവരും കാർലിനൈസാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ പേര് പൗലോസ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കേണ്ടത് കരോളി ലിന്നെ പൗലോസ് എന്നാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം മികച്ച ടാക്സോണമിസ്റ്റാണ്. കാരണം നാട്ടിലുള്ള എല്ലാ മത്സ്യത്തിൻ്റെയും എല്ലാ സസ്യങ്ങളുടെയും ഭൂമിക്കും പേരുണ്ട് കേട്ടോ. ഭൂമിക്കും പേരുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ മരങ്ങൾക്കും സസ്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പക്ഷികൾക്കും മാത്രമല്ല പേരുകളുള്ളത്. മനുഷ്യൻ ഭൂമിക്കും, സ്ഥലത്തിന് പേരിട്ടതുപോലെ തന്നെ അവൻ്റെ ഇടങ്ങളിലുള്ള ഭൂമിക്കും പേരിട്ടിട്ടുണ്ട്. ഞാനൊരു കർഷകനാണ് ബേസിക്കലി. ഞാൻ പറയുക, ഏറ്റവും നല്ല ലോകത്തിലെ ഏറ്റവും നല്ല സർവകലാശാല എന്ന് പറയുന്നത് കർഷകൻ്റെ അല്ലാതെ യേൽ യൂണിവേഴ്സിറ്റിയോ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയോ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല എന്ന് പറയുന്നത് കർഷകൻ്റെ നെൽപ്പാടങ്ങളാണ്. മറ്റൊരു സർവകലാശാലയുണ്ട്, അത് വീടിനകത്താണ്, അത് അടുക്കള എന്ന് പറയും. വീടിൻ്റെ അടുക്കളയാണ് ഏറ്റവും വലിയ മറ്റൊരു സർവകലാശാല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വൈസ് ചാൻസലർ എന്ന് പറയുന്നത് അമ്മയാണ്. അവിടെ പലവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ നോളജ് ഉണ്ട്, കെമിക്കൽ ലാബാണ്. അമ്മ ഏറ്റവും നന്നായിട്ട് നമ്മുടെ അച്ചാറുണ്ടാക്കുന്ന ഒരു പ്രിസർവേഷൻ ടെക്നിക്കാണ്. അതിനെ കെമിസ്ട്രിയിലേക്ക് നമ്മൾ മാറ്റി സംസാരിക്കണമെന്നേ ഉള്ളൂ. എന്ന് പറയുന്ന പോലെ കർഷകൻ്റെ നെൽപ്പാടങ്ങളാണ് ഏറ്റവും വലിയ സർവകലാശാലകൾ. അവിടെ തന്നെ ട്രഡീഷണൽ നോളജ്, പരമ്പരാഗത അറിവുകളുടെ ഒരു വിഭാഗമുണ്ട്, നാടൻ കലകളുടെ ഫോൾക്ലോറിൻ്റെ ഒരു വിഭാഗമുണ്ട്, ഒരു ജനറ്റിക്സിൻ്റെ ലാബുണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങളുടെ നെൽപ്പാടങ്ങളിൽ, എൻ്റെ നെൽപ്പാടങ്ങളിൽ ഒരു ജനറ്റിക്സ് ലാബുണ്ട്. ഞങ്ങളിങ്ങനെ ഗ്രിഗർ ജോഹൻ മെൻഡൽ ചെയ്തതുപോലെ തന്നെ പല കുറി വേർതിരിച്ചിട്ടാണ് ഒരു വിത്ത് വേർതിരിച്ചെടുക്കുന്നത്. അവിടെ ഒരു ഒരു ജനറ്റിക്സ് ലാബാണത്. അവിടെ തന്നെ സോയിൽ ടെക്നോളജി ഉണ്ട്, അവിടെ തന്നെ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഞങ്ങളുടെ അവിടുത്തെ കർഷകർക്ക് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാർത്താക്കുറിപ്പ് വന്നിട്ട് വേണ്ട മഴ എന്ന് പെയ്യുമെന്ന് അറിയാനായിട്ട്. അവർക്ക് മാനത്ത് നോക്കിയാലോ, ഇടി തെറ്റിപ്പെയ്താലോ, കിഴക്ക് നിന്ന് കാര് വെച്ചാലോ, കാര് മാറിയാലോ അവർക്ക് എന്ന് മഴ വരുമെന്ന് പ്രവചിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുക, ഏറ്റവും നല്ല സർവകലാശാല നെൽപ്പാടങ്ങളോ കൃഷിയിടങ്ങളോ ആണ്. ഏറ്റവും നല്ല വൈസ് ചാൻസലർ കർഷകനാണ്. അതുകൊണ്ട് നിങ്ങളോടിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വൈസ് ചാൻസലറാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈസ് ചാൻസലറോടാണ് നിങ്ങളിപ്പോൾ മുഖത്ത് നോക്കിയിരിക്കുന്നത്. കാരണം ഞാനൊരു കർഷകനാണ്, ഞാനൊരു വൈസ് ചാൻസലറാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മാത്രമേ എടുക്കാവൂ. പോണ വഴിക്ക് എനിക്ക് സല്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. കാരണം വെച്ചാൽ നമ്മൾ കൃഷിക്കാരനാണ്, ആ വഴിക്ക് അങ്ങ് പൊക്കോളും. ഞാൻ പറഞ്ഞു വരുന്ന ഇത്തരത്തിലുള്ള പ്രാദേശികമായ അറിവുകളുണ്ട്. ആ ഒരു ടാക്സോണമിയിൽ നിന്നാണ് ഞാനൊരു ശാസ്ത്രീയ നാമത്തിലേക്ക് മാറുന്നത്. അത് കൂടുതൽ വാതായനങ്ങൾ തുറക്കുന്നുണ്ട്. നമ്മൾ ടാക്സോണമി പഠിക്കുന്ന കുട്ടികളും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗവേഷണ വിദ്യാർത്ഥികളും പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. സങ്കടകരമായ കാര്യം എന്ന് പറയുന്ന കാരണം, ഞാൻ സാധാരണ ക്ലാസ്സുകളിൽ കുട്ടികളോട് പറയാറുണ്ട്, ഒരു പുഷ്പത്തെ ബോട്ടണി വിദ്യാർത്ഥികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരതിൻ്റെ ആൻഡ്രോഷ്യം ഗൈനോഷ്യം വലിച്ചു കീറും, സെപ്പലും പെറ്റലും മാറ്റി വെക്കും, അല്ലെങ്കിൽ അതിൻ്റെ മറ്റേ ഗാമോ പെറ്റലസ് ആണോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികൾ കുറേ ജാർഗണുകൾ ഉപയോഗിക്കും.
ശരിയല്ലേ? മറ്റാർക്കും മനസ്സിലാകാത്ത കുറച്ച് ഇവർക്ക് മാത്രം മനസ്സിലാകുന്ന കുറച്ച് ഭാഷകളുണ്ട്. കോടതി വ്യവഹാരങ്ങൾ പോലെയാണ്. അത്തരം ഭാഷകൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ പൂവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള എല്ലാ സ്വാഭാവികമായ ഇൻസ്റ്റിങ്ക്റ്റുകളുണ്ട്, അത് നഷ്ടപ്പെടും. നിങ്ങളൊരു ചെമ്പരത്തി പൂവിനെ ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ആ പൂവിന് നിങ്ങളോടൊരു ഇക്കോളജി പറയാനുണ്ട്, അത് കാണുന്നിടത്തെ പരിസ്ഥിതി ശാസ്ത്രം പറയാനുണ്ട്, അത് ഉണ്ടായ ഒരു പരിണാമ ചരിത്രം പറയാനുണ്ട്, എവല്യൂഷണറി ഹിസ്റ്ററി ഉണ്ട്. അതിനൊരു പ്രണയം അടയാളപ്പെടുത്താനുണ്ടാവും, ഒരു യുദ്ധം അടയാളപ്പെടുത്താനുണ്ടാവും, ഒരു ചരിത്രം അടയാളപ്പെടുത്താനുണ്ട്. നമ്മളത് ആ പൂവിനോട് ഒരിക്കലും ചോദിക്കുന്നില്ല. ടാക്സോണമിയിൽ ആദ്യം ചെയ്യേണ്ടത് നിനക്ക് എങ്ങനെ ഈ പേര് കിട്ടി എന്ന് ചോദിക്കുന്നത്. ഹോമോസാപ്പിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കണം നിങ്ങൾക്ക് എവിടെ നിന്ന് പേര് വന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബൈബിളിൽ ചെന്ന് അവസാനിക്കും. അവിടെ നിന്ന് പിറകോട്ട് പോയാൽ നിങ്ങൾ ഹറമായിക്കിലോ ഹീബ്രുവിലോ ഒക്കെ ചെന്ന് നിൽക്കും. അങ്ങനെയാണല്ലോ ഭാഷയുടെ ഒരു പ്രയാണം, അങ്ങനെയാണല്ലോ. ആ സാപ്പിയൻസ് ഒക്കെ തന്നെ നമ്മളിങ്ങനെ പേരുകൾ കണ്ടെത്തിയാൽ നമുക്ക് ഒരു, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ചരിത്രം, ചിലപ്പോൾ ഒറ്റ മീൻ നിങ്ങളോടൊരു രാജ്യത്തിൻ്റെ ചരിത്രം പറയും. ഒരൊറ്റ സയൻറ്റിഫിക് നെയിം എടുത്താൽ ചിലപ്പോൾ ആ മീൻ നിങ്ങളോട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയും. ഞാൻ ഓർക്കുകയാണ്, ഈ മലബാർ ഉൾപ്പെടെ, ഇപ്പോൾ നമ്മൾ മലബാർ പ്രദേശത്താണ് ഇരിക്കുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയ്ക്ക് ഇപ്പുറമുള്ളത് പൊളിറ്റിക്കൽ മലബാറാണ്, അതായത് ജിയോഗ്രഫിക്കൽ മലബാർ അല്ല. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ 1865 അല്ലെങ്കിൽ 1880 വരെയൊക്കെ 900 വരെയൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള, പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബ്രിട്ടീഷ് ബുക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ മലബാർ എന്ന് പറയുന്നത്, മലബാർ എന്ന് പറഞ്ഞാൽ ഇബിൻ ബത്തൂത മറ്റാണ് ആ പേര് പറയുന്നത്. മലബാർ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ അടയാളപ്പെടുന്നത് മംഗലാപുരം തൊട്ട് കന്യാകുമാരി വരെ മലബാറാണ്. അതൊരു അവരുടെ അന്ന് കാലത്തുള്ള ഒരു ജിയോഗ്രഫിക്കൽ മലബാറാണ് കേട്ടോ. ഞാൻ പറയുന്ന ഈ പൊളിറ്റിക്കൽ മലബാർ എന്ന് പറയുന്നത് ടിപ്പു കീഴടക്കി ഈ പ്രദേശം, ഭാരതപ്പുഴയുടെ ഇപ്പുറയുള്ള പ്രദേശങ്ങളെയൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ടാണ്. മലബാർ 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് ഇവിടേക്ക് ബ്രിട്ടീഷുകാരുടെ കൈവശം വരുന്നത്. അതിനുശേഷമാണ് അത്, പിന്നെ അത് കുറച്ചു കാലം ബോംബെ ഗവർണറേറ്റിലായിരുന്നു, പിന്നീടാണ് അത് മദ്രാസ് പ്രസിഡൻസിയിലേക്ക് മാറ്റുന്നത്. ഇത് 1800 മെയ് 21 തോന്നുന്നു, അങ്ങനെ ഒരു തീയതിയിലാണ് നമുക്ക് കൈമാറ്റം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മദ്രാസി എന്നൊക്കെ വിളിച്ചിരുന്നത്. ഇപ്പോഴും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് അവർ മദ്രാസികൾ എന്നേ വിളിക്കുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ സ്വാതന്ത്ര്യ സമരം വരെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഡെനിസോണി എന്ന് പറഞ്ഞ മിസ് കേരള എന്ന് പറഞ്ഞിട്ടുള്ളൊരു മത്സ്യത്തിൻ്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ, വെറുതെ നിങ്ങളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലബാറിക്കസ് എന്ന് പേരുള്ള 1849 കണ്ടുപിടിച്ച, അല്ലെങ്കിൽ 1878, 1872, 1878 വരെ നമ്മൾ കണ്ടുപിടിച്ച മത്സ്യങ്ങളുടെ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലുമൊക്കെ പ്രദേശത്തിൻ്റെ ചരിത്രമായിരിക്കും, ഏതെങ്കിലും ഒരു ഗവർണറുടെ ചരിത്രമായിരിക്കും. ഞാൻ ഡെനിസൺ എന്ന് പറയും, ഡെനിസോണി എന്നാണ് അതിൻ്റെ പേര്. ബാർബസ് ഡെനിസോണി, അല്ലെങ്കിൽ ഇപ്പോൾ സഹ്യാദ്രിയ ഡെനിസോണി, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്കിൻസിയ ഡെനിസോണി എന്നൊക്കെയാണ് എൻ്റെ പേര്. ഈ ഡെനിസൺ എന്ന് പറയുന്ന ഒരു സായിപ്പാണ്. 19-ാം നൂറ്റാണ്ടിലെ നാച്ചുറൽ ഹിസ്റ്ററി ഫുള്ളായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയും. ഈ ഡെനിസൺ എന്ന് പറയുന്ന സാഹിബ് ഇവിടുത്തെ കുറച്ച് കാലം നമ്മുടെ മദ്രാസ് ഗവർണറായിരുന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലേക്ക് ആദ്യമായി ഗൗരാമി എന്ന് പറയുന്ന മത്സ്യങ്ങൾ, ഒരു വിദേശ മത്സ്യത്തെ ഇന്ത്യയിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന ഒരു ചിലപ്പോൾ ഡെനിസൺ ആയിരിക്കും, ലോർഡ് ഡെനിസൺ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഗിണ്ടിയിലുള്ള കൊട്ടാരത്തിന് മുമ്പിലുള്ള കുളത്തിൽ അദ്ദേഹം ഈ ഗൗരാമിയെ മൗറീഷ്യസിൽ നിന്ന് കൊണ്ടുവന്ന് നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് മത്സ്യങ്ങളോട് അധികം താല്പര്യമുള്ളത് കൊണ്ടാണ് ഫ്രാൻസിസ് ഡേ എന്ന് പറയുന്ന സാഹിബിന് ഇന്ത്യയിലേക്ക് ട്രൗട്ട് എന്ന് പറയുന്ന മത്സ്യത്തെ നീലഗിരിയിലേക്കൊക്കെ കൊണ്ടുവരാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ഈ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് ഫ്രാൻസിസ് ഡേ ഡെനിസോണി എന്ന് പറയുന്ന മിസ് കേരളയെ കണ്ടുപിടിക്കുന്ന 1865. അവിടെ മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്, മണിമല റിവറിലെ മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ഹെൻറി ബേക്കർ എന്ന് പറയുന്ന ഒരു സാഹിബാണ് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഒരു സുവിശേഷ പ്രഘോഷകനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഗവേഷണ പ്രബന്ധം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുണ്ട്. കോട്ടയത്ത് ചെന്നാൽ നിങ്ങൾക്ക് ബേക്കർ ജംഗ്ഷൻ കാണാം, അവിടെ ഒരു കോളേജും ഉണ്ട്. 1817 മറ്റേ ഏറ്റവും കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കോളേജ് അതാണ്, CMS കോളേജാണ്. അതൊക്കെ സ്ഥാപിച്ചത് ഇവരാണ്, ഈ ബേക്കറാണ്. അദ്ദേഹം അവിടുത്തെ മലയരശരെ കൺവേർട്ട് ചെയ്യാനാണ് അദ്ദേഹം പ്രധാനമായും ശ്രമിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് മലയരശരുടെ അപ്പസ്തോലൻ എന്ന പേരിൽ ഒരു ഗവേഷണ പ്രബന്ധം തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ ബേക്കറാണ് ഈ മത്സ്യത്തെ കണ്ടുപിടിക്കുന്നത്. ബേക്കറാണിത് മദ്രാസിലേക്ക് അയച്ചു കൊടുക്കുന്നത്. എന്നിട്ടാണ് അദ്ദേഹം ഡെനിസൺ എന്ന് പറയുന്ന സാഹിബിൻ്റെ പേരും കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ കോട്ടയം, മുണ്ടക്കയം, ഈ പ്രദേശത്തെ നാച്ചുറൽ ഹിസ്റ്ററിയും ഈ പ്രദേശത്തെ ബ്രിട്ടീഷുകാരുടെ അക്കാലത്തെ ഇടപെടലിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് ഈ ഒരു പേരിൽ നിന്ന് നമുക്ക് ആരംഭിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് ടാക്സോണമി പഠിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു ശാസ്ത്രനാമം പഠിച്ച് അത് കാണാതെ പഠിച്ച് എഴുതി പിടിപ്പിച്ച് വീട്ടിലേക്ക് പോകുകയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ പിന്നിലുള്ള ചരിത്രങ്ങൾ അന്വേഷിക്കാനും കൂടി നമുക്ക് ഈ ടാക്സോണമിയാണ്. യൂറോപ്യൻ, ഞാൻ ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ ഫ്രോഗ്മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുമായി കഴിഞ്ഞ സയൻസ് കോൺഗ്രസ്സിൽ കണ്ടിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ രസകരമായ ഒരു കാര്യം, യൂറോപ്പിൽ ഇപ്പോഴും അവർ എന്ത് സംസാരിക്കുമ്പോഴും തുടങ്ങി വെക്കുന്നത് ടാക്സോണമിയാണ്.
വർഗീകരണ ശാസ്ത്രത്തിൽ തൊട്ട് പിടിച്ചിട്ടാണ് അവർ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. നമ്മളാകട്ടെ അതൊരു ഏറ്റവും നമ്മളെ അലസോലപ്പെടുത്തുന്ന ഇഷ്ടമല്ലാത്ത വിഷയങ്ങളിലാണ് അത് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാനായിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ്. എൻ്റെ ഒരു ടാക്സോണമിക് ഇൻട്രസ്റ്റ് വരുമെന്ന് പറയുന്നത്, ഞാൻ ബേസിക്കലി കർഷക കുടുംബത്തിൽ നിന്നാന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഫാദർ നന്നായിട്ട് ഇതൊക്കെ ഐഡൻറ്റിഫൈ, ഈ പേരുകളൊക്കെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന നാടൻ പേരുകളാണ് ഞാൻ ആദ്യം പഠിച്ചത്. അതിൽ നിന്നുള്ള താല്പര്യം കൊണ്ടാണ് പിന്നീട് ഈ ശാസ്ത്രനാമങ്ങളിലേക്ക് ഞാൻ വരുന്നതും ഈ ശാസ്ത്രനാമം ഉപയോഗിച്ചാണ് ഞാൻ ഇന്ത്യ ചരിത്രം മുഴുവൻ തിരഞ്ഞതും. എനിക്ക് 1998 പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ വരെയുള്ള കാര്യങ്ങളെ പറ്റി ഇപ്പോൾ ഓർത്തെടുത്ത് എനിക്ക് പറയാൻ കഴിയും. അത് ഞാൻ ഓരോ മീനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാനിത് പറയുന്നതും ഓർത്തു വെക്കുന്നതും സംസാരിക്കുന്നതും. അത് വളരെ രസകരമായ ഒരു അപ്രോച്ചാണ് അല്ലേ? ഒരു ഫിഷിന്റെ പേരിൽ നിന്ന് അത്രയും കാലത്ത് ഒരു നാച്ചുറൽ ഹിസ്റ്ററി പറയാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ചെറിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വായിച്ച് കണ്ടുപിടിക്കും. ഞാൻ കുട്ടികളോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, പെട്രോപ്ലസ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം. എട്രോപ്ലസ് കുട്ടികൾ വായിക്കുന്നത് സുറാറ്റൻസിസ് എന്നാണ്, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. CURATENSIS എന്നാണ് സ്പെല്ലിങ്. ഞാൻ കുട്ടികളോട് പറയും അത് വായിക്കേണ്ടത് അങ്ങനെയല്ല, എട്രോപ്ലസ് സൂററ്റൻസിസ് എന്ന് വായിക്കണം. കാരണം സൂററ്റ് എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സൂററ്റ് എന്നൊരു പ്രധാനപ്പെട്ട പോർട്ടാണ്. ബ്രിട്ടീഷുകാർ ആദ്യം വന്നിട്ട് അവർ സൂററ്റിൽ തന്നെയാണ് അവർ തമ്പടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് തന്നെ ധാരാളം പോർട്ടുകൾ പല കാലങ്ങളിലായിട്ടുണ്ടായിരുന്നു. മുസിരീസൊക്കെ ഒരു പ്രധാനപ്പെട്ട പോർട്ടായിരുന്നു, നമുക്കറിയാമല്ലോ. കൊല്ലത്തുണ്ടായിരുന്ന ഒരു പോർട്ട്, തങ്കശ്ശേരിയിലുണ്ടായിരുന്ന ഒരു പോർട്ട്, അതുപോലെ തന്നെ ഈ മാഹിയിലൊക്കെ ചെറിയ ചെറിയ തുറമുഖങ്ങളായിട്ട് ഇങ്ങനെ ധാരാളം വെസ്റ്റ് കോസ്റ്റിൽ തുറമുഖങ്ങളുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നായിരുന്നു ഈ സൂററ്റ് എന്ന് പറയുന്നത്. സൂററ്റ് വഴിയാണ് നമ്മുടെ ജൈവ വൈവിധ്യത്തെ കണ്ടുപിടിച്ചത്. നിങ്ങൾ സുവോളജി, ജന്തുശാസ്ത്ര, ബോട്ടണിയൊക്കെ പഠിക്കുന്നവർ ബ്രാക്കറ്റിൽ ലിന്നേഴ്സ് എന്ന് പേരുള്ള സസ്യങ്ങളെയോ ജന്തുക്കളെ ഏതെങ്കിലും ഇന്ത്യയിൽ നിന്നാണ് കണ്ടുപിടിച്ചതെങ്കിൽ അത് നിങ്ങളറിയാത്ത ഒരു വിദേശ ശക്തി ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ട്, അവരാണ് അത് കടത്തിക്കൊടുത്തത്. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. ആദ്യം വന്ന് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്, മൂന്നാമത് വന്നത് ഇംഗ്ലീഷുകാരാണ്, നാലാമത് ഫ്രഞ്ചുകാരാണ്, അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. അവർ 1961 മറ്റാണ് പോയത്. അതിനിടയ്ക്ക് ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മളെ ഭരിച്ചിട്ടുണ്ട്. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ അത് കാണൂല. അതിൻ്റെ പേര് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ്. അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് തരങ്കമ്പാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ ഭരിക്കാനുള്ള ഇംഗ്ലീഷുകാർക്കുള്ള ഗേറ്റ് വേ, വാതിലെന്ന് പറയുന്നത് തരങ്കമ്പാടിയായിരുന്നു എന്നാണ് പറയുക. ഈ തരങ്കമ്പാടിയിൽ ഒരു ക്രിസ്റ്റഫർ സാമുവൽ ജോൺ എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രഘോഷകൻ ഉണ്ടായിരുന്നു. ബേസിക്കലി അവർ ഈ പ്രൊട്ടസ്റ്റൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് 2 മിഷൻ ഉണ്ടായിരുന്നു. ഹാലേൽ മിഷൻ ഉണ്ടാവുന്നു, മൊറോവിയൻ മിഷൻ എന്ന് പറഞ്ഞ 2 മിഷണറി ശാഖകൾ ഉണ്ടായിരുന്നു. ഈ തരങ്കമ്പാടിയിലുള്ള ക്രിസ്റ്റഫർ സാമുവൽ ജോണാണ് ഇവിടെ നിന്നുള്ള ജീവികളെ പലതിനെയും ലിന്നേഴ്സിന് എത്തിച്ചു കൊടുത്തത്. അവർ തമ്മിൽ കത്തിടപാടുകളും ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും രസകരമായി ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങൾ കരിങ്കുരങ്ങിൻ്റെ ശാസ്ത്രനാമം കേട്ടിട്ടുണ്ടാവും. കരിങ്കുരങ്ങിൻ്റെ വാലുള്ള നീലഗിരി ലാങ്കൂറിൻ്റെ ശാസ്ത്രനാമം കേട്ടിട്ടുണ്ടാവും. അതിനകത്തെ പേര് പറയുന്നത് പ്രിസ്ബൈറ്റിസ് ജോണി എന്നാണ്. പ്രിസ്ബൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം, സാധാരണ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു വൈദികനെ അവർ വിശേഷിപ്പിക്കുക പ്രിസ്ബൈറ്റർ എന്നാണ്. വൈദികർ താമസിക്കുന്ന സ്ഥലത്തെ നമ്മൾ പറയുക പ്രിസ്ബൈറ്ററി എന്നാണ്. വൈദികരുടെ കൗൺസിലിനെ നമ്മൾ പറയുക പ്രിസ്ബൈറ്ററി കൗൺസിൽ. അതിപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ ഒരു വന്യ വൈദികൻ എന്നാണ് ഈ പ്രിസ്ബൈറ്റിസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് ഹീസ് ആൻ എലൈറ്റ്. ഫ്രഞ്ച് ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ എലൈറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയാണ് ആ ഹൈറാർക്കി. അപ്പോൾ ഈ കുരങ്ങുകളിൽ കരിങ്കുരങ്ങ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ആഢ്യത്വത്തോടെ പെരുമാറുന്ന ഒരു കുരങ്ങാണ്. നമ്മുടെ നാടൻ വെള്ളക്കുരങ്ങുകളെ പോലെ നാണമില്ലാത്തവരല്ല, അവരെ പ്ലീബിയൻസ് എന്ന് വിളിക്കുക. അതേസമയം കരിങ്കുരങ്ങുകൾ കുറച്ച് ആഢ്യത്വമുള്ള റോയൽ ഫാമിലിയിലാണെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് അവരെ വിളിക്കുക എന്താ വെച്ചാൽ പാട്രീഷ്യൻസ് എന്നാണ്. അപ്പോൾ ഈ കരിങ്കുരങ്ങിന് അങ്ങനെ ഒരു പാട്രീഷ്യൻ സ്വഭാവം ഉള്ളത് കൊണ്ട്, ഒരു എലൈറ്റ് സ്വഭാവം ഉള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് അതിന് പ്രിസ്ബൈറ്റിസ് എന്ന പേരിട്ടത്. ഇനി അങ്ങനെ ഞാൻ പറഞ്ഞ അച്ഛന്മാർ ഞങ്ങളെ കരിങ്കുരങ്ങിനോട് തുല്യമാക്കി എന്ന് പറഞ്ഞിട്ട് കലാപം ഉണ്ടാക്കാൻ വന്ന ഞാൻ ഉത്തരവാദിയല്ല. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി, ആരോടും പറയണ്ട. ചില ടാക്സോണമിക് കാര്യങ്ങൾ ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഈ ജോണി എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ സാമുവൽ ജോണാണ്. അതിൻ്റെ രസകരമായ കാര്യം, ക്രിസ്റ്റഫർ സാമുവൽ ജോൺ ആയിരിക്കും അദ്ദേഹം ഈ കരിങ്കുരങ്ങിനെ ശരിക്കും കണ്ടെത്തുന്നത് തലശ്ശേരി എന്നാണ്. നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ അതിനകത്ത് കാണാം ഓറിയന്റാലം ടെല്ലിശ്ശേരി എന്ന് കാണാം. ഇന്ത്യയെ ഓറിയന്റാലം ടെല്ലിശ്ശേരി എന്നാണ്. തലശ്ശേരി എന്നാണ് കരിങ്കുരങ്ങിനെ ആദ്യമായിട്ട് ശാസ്ത്രനാമം നൽകപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ ഈ കോഴിക്കോടും ചെറിയ കേന്ദ്രം ഉണ്ടായിരുന്നു. ഇവിടെ അഞ്ചരക്കണ്ടിയിലാണ് ആദ്യത്തെ രജിസ്ട്രേഷൻ നടക്കുന്നത്. ആദ്യത്തെ രജിസ്ട്രേഷൻ വകുപ്പും ടൈറ്റിൽ ഡീഡ്സ് ഒക്കെ ഇവിടെ നടന്നത് അഞ്ചരക്കണ്ടിയിലാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ രജിസ്ട്രേഷൻ വകുപ്പ് ആരംഭിക്കുന്നത് ഈ അഞ്ചരക്കണ്ടിയിൽ അവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഒരു തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അവിടെ ഇവർക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ കരിങ്കുരങ്ങിനെ അവർക്ക് കണ്ടെത്താൻ പറ്റിയത്. ഇന്ത്യയിൽ നിന്ന് പോയ പല സ്പെസിമെനുകളും ഈ സാമുവൽ ക്രിസ്റ്റഫർ ജോൺ, പ്രത്യേകിച്ച് ഷെല്ലുകൾ. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും മീനുകളുടെയൊക്കെ ശാസ്ത്രനാമം നോക്കിയാൽ ജോണിയസ് എന്ന് കാണും. ഈ ജോണിയസ് എന്നുള്ള ശാസ്ത്രം ഈ ജോണിയാണ്, ഈ സാമുവൽ ക്രിസ്റ്റഫർ ജോണാണ്. കരിങ്കുരങ്ങിന്റെ ശാസ്ത്രനാമം സെർക്കോപിത്തക്കസ് ജോണി എന്നാണ്. പണ്ട് അതിന്റെ പേര് പ്രിസ്ബൈറ്റിസ് ജോണി എന്നാണ്. ഇപ്പൊ സെർക്കോപിത്തക്കസ് എന്ന് പറഞ്ഞിട്ട് സെർക്കോപിത്തക്കസ് ജോണിയ, ഈ ജോണിയാണത്. അതുപോലെ ഒരു ഡുസുമർ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്രാക്കോ ഡുസുമേരി എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നിന്റെ പേരുണ്ട്. ഈ ഡുസുമർ മറ്റേ കപ്പലുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ചൈന സീ അടക്കമുള്ള കടലുകളിൽ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങളെയും സാധനങ്ങളെയൊക്കെ അദ്ദേഹം അയച്ചിരുന്നു. പല പാമ്പുകളുടെ പേരുകളിലും ഷഡ്പഥങ്ങളുടെയൊക്കെ പേര് ഡുസുമറുണ്ട്. അപ്പോൾ ഈ സുറാറ്റൻസിന്റെ കഥ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ 1790 ബ്ലോച്ച് എന്ന് പറയുന്ന ഒരാളാണ് ഇതിനെ കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഇന്ത്യയിൽ നിന്നാണ് കരിമീൻ പോയതെന്നറിയാം, മലബാറിൽ നിന്നാണെന്നറിയാം. പക്ഷെ അദ്ദേഹത്തിന് എക്സാക്ട് ലൊക്കേഷൻ എവിടെ നിന്നാണ് ഈ അയച്ച കരിമീൻ്റെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനകത്തൊരു കാര്യം എഴുതിയിരുന്നു, ഈ ഫിഷ് ഈസ് പോർട്ടഡ് ഫ്രം സൂറത്ത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നത്, അദ്ദേഹം ജർമ്മൻ ഭാഷയിലാണ് അത് എഴുതിയിരുന്നത് കേട്ടോ. അത് പിന്നീട് ഫ്രഞ്ചിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. പുസ്തകമൊക്കെ ഇന്റർനെറ്റിൽ ഡൗൺലോഡബിൾ ആണ് കേട്ടോ. ഇത് സാധനങ്ങളൊക്കെ ഇന്റർനെറ്റിൽ ഇപ്പോൾ ഉണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് എഴുതി, ഇത് സൂററ്റിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഞാനിതിന് സൂററ്റൻസിസ് എന്ന് പറയുന്ന ശാസ്ത്രനാമം നൽകുന്നു എന്നാണ്. മനസ്സിലായ? അതിൻ്റെ ഒരു തമാശ എന്താ വെച്ചാൽ, ഒരു തമാശ കൂടി അതിനകത്തുണ്ട്. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമാണ് സൂററ്റിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഇനി കരിമീൻ സൂററ്റിലുണ്ടോ? ഇല്ലേനും. അന്ന് ഇനി കേരളത്തിൽ മാത്രമേ ഉള്ളൂ? അല്ലേനും. ഒറീസയിലൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ ഈ പ്രാവശ്യം തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടെ 150 രൂപയ്ക്കാണ് കരിമീൻ. ഇവിടെയാണ് 500 രൂപ വിലയുള്ളൂ. എന്താണ് സാറിന് ഫിഷുകളോട് താല്പര്യം തോന്നാനുള്ള റീസൺ എന്താണ്? ഇപ്പം ടാക്സോണമി ഫിഷിൽ ചെയ്യാനുള്ള കാരണം എന്താണ്? അത് രസകരമായ ഓർമ്മകളായിട്ട് ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളതാണ്. ലോകത്തിൽ പലരും പലതും കടം വാങ്ങാറുണ്ട് അല്ലേ? പണം കടം വാങ്ങും, വസ്ത്രം കടം വാങ്ങും, ആഭരണം കടം വാങ്ങും. പക്ഷെ അപൂർവമായി കടം വാങ്ങിയ ഒരാളാണ് ഞാൻ. അപൂർവമായ ഒരു വസ്തു കടം വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഈ കേരളത്തിലെ ശുദ്ധജല മത്സ്യങ്ങൾ 47 എണ്ണത്തോളം 50 എണ്ണത്തിൽ താഴെ എൻ്റെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് പല രീതിയിലും. അതിലേറ്റവും രസകരമായ ഒരു ഓർമ്മ എന്ന് പറയുന്നത്, അങ്ങനെയാണ് മീൻ എനിക്ക് രസകരമായ ഓർമ്മയല്ല, നല്ല വേദനയും സമ്മാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കഥയാണ്, അതാണ് ഞാൻ പറയുക. പലരും പലതും കടം വാങ്ങുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജീവിതത്തിൽ ആരെങ്കിലും മൂത്രം കടം വാങ്ങുമോ? ഞാൻ മൂത്രം കടം വാങ്ങിയിട്ടുണ്ട്. അതൊരു മീനുമായി ബന്ധപ്പെട്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അത് പകൽ പോലെ ഓർമ്മയാണ്. എൻ്റെ ആദ്യമായി ഈ മത്സ്യബന്ധനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാനിപ്പോൾ മത്സ്യങ്ങളെ കഴിക്കുന്ന ആളല്ല, ശുദ്ധജല മത്സ്യങ്ങളൊന്നിനെയും കഴിക്കാറൊന്നുമില്ല. അല്ല, വീട്ടിൽ താഴെ കുളമുണ്ട്, അവിടെ ബ്രാലൊക്കെ ഉണ്ട്. അതൊക്കെ പ്രായമായി മരിച്ചു പോകാറാണ് പതിവ്. ഞങ്ങളാരും പിടിക്കാറില്ല, അതിന് തിന്നലില്ല. മത്സ്യങ്ങളെ, കടൽ മത്സ്യങ്ങളിൽ ഒരു 3-4 മത്സ്യങ്ങളൊക്കെ ഞാൻ കഴിക്കും. ശുദ്ധജല മത്സ്യങ്ങളെ കഴിക്കുന്നേ ഇല്ല. അത് കുറെ കാലമായിട്ട് അങ്ങനെ നിന്നുപോയി. പക്ഷെ ഒന്നും സ്നേഹമില്ല. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല്, മത്സ്യബന്ധനം നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞിലേ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ കൂടെയൊക്കെ നടന്നത് പഠിക്കാൻ തുടങ്ങും. പിടിക്കുന്നതും എനിക്ക് ഒരുമാതിരി മത്സ്യബന്ധന ഉപകരണങ്ങൾ നിർമ്മിക്കാനും അറിയാം. ഒറ്റലായാലും കൂടായാലും അങ്ങനെയുള്ള സാധനങ്ങൾ, പരമ്പരാഗതമായ ട്രഡീഷണൽ നോളജുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ നിർമ്മിക്കാനും അറിയാം. അതൊക്കെ ഒരു 10-12 വയസ്സോടുകൂടി നമ്മൾ പഠിച്ചിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വീട്ടിലെ ഏറ്റവും നല്ല സർവകലാശാല വീടാന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടുകൂടിയാണ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഊത്ത പിടിക്കാൻ പോവുകയാണ്. കേരളത്തിലെ മത്സ്യങ്ങളുടെ ഏറ്റവും, ഞാനത് ഇടപെട്ട് നിർത്താൻ നോക്കിയൊരു പ്രോസസ്സും കൂടിയാണ് ഊത്തപിടുത്തം. അപ്പോൾ അന്ന് കാലത്ത് ഊത്ത പിടിക്കുക എന്നുള്ളത് ഒരു ആഘോഷമാണ്. പ്രജനന കാലത്ത് മത്സ്യങ്ങൾ പുഴയിൽ നിന്നോ വേനൽക്കാല വസതികളിൽ നിന്നോ നെൽപ്പാടങ്ങളിലേക്ക് മുട്ടയിടാൻ കയറി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഊത്ത എന്ന് പറയുക. ഊത്ത കയറുക എന്നാണ് പറയുക. അതിനെ പിടിക്കുന്നതിന് ഊത്തപിടുത്തം എന്ന് പറയും. തെറ്റാണ് ചെയ്യുന്നതെന്ന് അന്നത്തെ 5ാം ക്ലാസ്സുകാരന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പൻ്റെ കൂടെ ഞാൻ മീൻ പിടിക്കാൻ പോയി കഴിയുമ്പോൾ അദ്ദേഹം ആദ്യത്തെ ദിവസം കയറി വരുന്ന കാരി പോലുള്ള മത്സ്യങ്ങൾ, കല്ലട പോലുള്ള ചില മത്സ്യങ്ങളാണ്. പ്രാദേശിക നാമമാണ് ഞാൻ പറയുന്നത്, സയൻറ്റിഫിക് നെയിം അല്ല. അപ്പോൾ ഇവർ കയറി വരുമ്പോൾ വെട്ടി ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകും. വാക്കത്തേക്ക് അറ്റങ്ങൾക്ക് ആ മത്സ്യങ്ങളെക്കുറിച്ച് പറയാന്ന് വെച്ചാൽ ദേ ലൂസ് ദെയർ ടിമിഡിറ്റി എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഈ പ്രജനനത്തിനായി ഇണ ചേരാനും മുട്ടയിടാനുമായി നെൽപ്പാടങ്ങളിലേക്ക് കയറി വരുന്ന മത്സ്യങ്ങൾക്ക് അവരുടെ നാണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ നാണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ കണ്ട ഓടാനുള്ള ഒരു വാഞ്ചയുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരവിടെ തന്നെ കിടക്കും. കൈകൊണ്ടൊക്കെ പറക്കിയെടുക്കാം, നെൽപ്പാടങ്ങളിൽ നിന്നൊക്കെ കൈകൊണ്ട് പറക്കിയെടുത്തിരുന്നു. ഞാനും പറക്കിയെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പൻ്റെ കൂടെ ആദ്യമായിട്ട് മീൻ പിടിക്കാൻ പോകണം. അപ്പോൾ അപ്പനിങ്ങനെ വാക്കത്തേക്ക് വെട്ടിയിടുക ചെയ്യുക. അപ്പോൾ ഞാനത് പറക്കി സഞ്ചിയിലേക്ക് ഇടണം.
ഒന്ന് രണ്ട് മീനുകൾ കഴിഞ്ഞ് അവസാനം കാരി എന്ന്, നിങ്ങളുടെ നാട്ടിൽ കൈച്ചൽ എന്നായിരിക്കും പറയാം അല്ലേ, കുത്തുന്ന ഒരു മത്സ്യം, സ്റ്റിങ്ങിങ് കാറ്റ് ഫിഷ് എന്ന് പറയും. ഇനി ശാസ്ത്രനാമേ അറിയുള്ളൂങ്കിൽ ഹിട്രോപ്നോസ്റ്റസ് ഫോസിലിസ് എന്ന് പറയും. ഇനി പഴയ പേരെ അറിയുള്ളൂങ്കിൽ സാക്കോബ്രാങ്കസ് ഫോസിലിസ് എന്ന് പറയും. ഏത് പേരായാലും നിങ്ങൾക്ക് സാധനം മനസ്സിലായോ എന്നാണ് എൻ്റെ ചോദ്യം. അത് കുത്തുന്ന മീനാണ്, സ്റ്റിങ്ങിങ് കാറ്റ് ഫിഷ് എന്ന് പറയാം. കുത്തിയ ഭയങ്കര വേദനയായിരിക്കും. ഒരു തരം ആൽക്കലോയിഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മുടെ പെക്ട്രൽ ഫിൻ വെച്ചിട്ടാണ് കുത്തുക. കരയിലേക്ക് ആദ്യമായി കയറിയ മത്സ്യങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഒരു മത്സ്യം കൂടിയാണ്. അതായത് എവല്യൂഷനിൽ പരിണാമപരമായി കരയിലേക്ക് കയറാൻ മത്സ്യങ്ങൾ ശ്രമിച്ചല്ലോ. ആ ശ്രമിച്ച ഒരു കാലത്ത് ആദ്യമായി കയറി കൂടിയ മത്സ്യങ്ങളുടെ ഒരു പ്രാപ്യതാവും കൂടിയാണ് ആ മത്സ്യം. അങ്ങനെ ഒരു എവല്യൂഷണറി സിഗ്നിഫിക്കൻസും കൂടി ആ മത്സ്യത്തിനുണ്ട്. അപ്പോൾ ഈ മത്സ്യത്തിന് അപ്പം വെട്ടിയിട്ടു. ഞാൻ പഴയ പോലെ എല്ലാ മത്സ്യങ്ങളും എടുക്കുന്ന മാതിരി ചാടിയെടുത്ത വഴി എൻ്റെ കൈയുടെ ഇവിടെയാണ് അത് കുത്തുന്നത്. കുത്തിയ ഉടനെ തന്നെ നീരും വെച്ചു. അപ്പം അപ്പം പറഞ്ഞു, പ്രാദേശിക ഡോക്ടറാണല്ലോ അപ്പൻ. അപ്പോൾ ഡോക്ടറാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേദനയ്ക്ക് ഒരു ശമനം വരാൻ ആ കൈ മുറിവിൻ്റെ അവിടേക്ക് മൂത്രമൊഴിക്കാൻ പറഞ്ഞു. ഞാൻ മൂത്രമൊഴിച്ചു. ആ മൂത്രത്തിൻ്റെ ചൂടിൽ ഒരല്പം ആശ്വാസം ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ മൂത്രം ഉടനെ വീട്ടിൽ ചെന്നു. അനിയനെ വിളിച്ചുണർത്തി ഒരിത്തിരി മൂത്രം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അനിയൻ പറഞ്ഞു, നീ നേരത്തെ പറയണ്ടേ, ഞാൻ മൂത്രം ഒഴിച്ചു പോയി, ഇനി നേരം വെളുക്കട്ടെ തരാമെന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാനത് ഹിട്രോപ്നോസ്റ്റസ് ഫോസിലിസിനെ ഞാനതൊരു കഥയായിട്ട് അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് അവതരിപ്പിക്കുക. അങ്ങനെ ഓരോ മീനുകളും, ഞാൻ ആദ്യമായിട്ട് ഒരു ജീവിയുടെ ജീവൻ പോകുന്നത് കണ്ടത് വാലിൻ്റെ അറ്റത്ത് കൂടെ ഇങ്ങനെ ജീവൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഊത്തപ്പെടുത്തം നിർത്തി എന്നുള്ളതാണ്. മുഴി എന്ന് പറയുന്ന ഒരു മത്സ്യത്തെ അപ്പൻ ഇതേപോലെ വെട്ടിയിട്ടു. അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്ത് കൂടെ മുട്ടയും വെട്ടുകൊണ്ടിട്ട് ഈ ഭാഗത്ത് കൂടെ മുട്ടയും ഇങ്ങനെ ഊർന്നിറങ്ങുന്നു. വയറ് നിറച്ച് മുട്ടയാണ്. ആ മുട്ടയും ഊർന്നിറങ്ങുന്നു, അതിൽ കൂടെ ചോരയും ഊർന്നിറങ്ങുന്നു. വാലിൽ അവസാനം പിടഞ്ഞ്, ആ വാലിൽ അവസാനത്തെ പിടച്ചൽ എൻ്റെ കയ്യിലിരുന്ന് പിടയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജീവൻ പോകുന്നത് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ഞാൻ ഇതുവരെ മീനെ അങ്ങനെ കൊന്നിട്ടില്ല. പ്രിസർവേഷനൊക്കെ ചെയ്യുമെങ്കിലും മീനുകളോടുള്ളൊരു എൻ്റെ ഒരു വരാൽ പോലുള്ള മത്സ്യം, കല്ലട പോലുള്ള മത്സ്യം, എൻ്റെ വീട്ടിലെ ഗാർഹിക പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്ന ഒരു മീനാണ് കല്ലട. ഞാൻ അങ്ങനെ ഒരു ചെറിയ കഥ പോലെ എഴുതിയിട്ടുണ്ട്. ഞാൻ ടീച്ചർക്ക് അയച്ചു തന്നില്ലേ, മീനും ഞാനും എന്ന് പറഞ്ഞിട്ട്. കല്ലട എന്ന് പറയുന്ന അനബാസ് ടെസ്റ്റുഡീനസ് എന്ന് പറയും. ക്ലൈംബിംഗ് പർച്ച് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. സായിപ്പ് അങ്ങനെ നോക്കുമ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് കണ്ടു, അതുകൊണ്ട് അതിനെ ക്ലൈംബിംഗ് പർച്ച് എന്ന് വിളിച്ചെന്നാണ് അവർ പറയുക. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നെൽപ്പാടങ്ങളിലൊക്കെ ധാരാളമുള്ള മത്സ്യമാണ്. അപ്പോൾ ആ മത്സ്യം എൻ്റെ വീട്ടിലെ ഗാർഹിക പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ അപ്പാപ്പന് മത്സ്യം കൂട്ടാതെ ചോറ് കൊടുത്ത അമ്മാമ്മ അപ്പത്തല്ലോ അപ്പാപ്പൻ. അപ്പോൾ എൻ്റെ അമ്മയാണ് ആ പ്രശ്നം പരിഹരിച്ചത്. വീടിൻ്റെ താഴെ കുളമുണ്ട്, ചൂണ്ടയിട്ടാൽ പെട്ടെന്ന് കിട്ടുന്ന മത്സ്യമാണ് അനബാസ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചൂണ്ടയിട്ട് നോക്കിയോളൂ, പാടത്ത് ചെന്ന് പെട്ടെന്ന് പിടിക്കുന്ന മത്സ്യമാണ് അനബാസ് ടെസ്റ്റുഡീനിയസ്. അല്ലെങ്കിൽ ഈ പറയുന്ന കല്ലട, കൈതക്കോര എന്ന് കൊല്ലം ജില്ലയിൽ കൈതക്കോര എന്ന് വിളിക്കും. നമ്മുടെ ഇവിടെ കല്ലട കറൂപ്പ് എന്നാണ്. എരമല്ലൂർ വരെ അതിനെ കറൂപ്പ് എന്ന് വിളിക്കുക. ഇരിങ്ങാലക്കുടക്കാരാണ് അതിനെ കല്ലട എന്ന് വിളിക്കുന്നത്. ഇരിങ്ങാലക്കുട വരെ തുടങ്ങി നമ്മുടെ ചങ്ങരംകുളം വരെയുള്ള ഭാഗത്തൊക്കെ അതിനെ കല്ലട എന്ന് വിളിക്കുക. ഇങ്ങോട്ട് എന്താ വിളിക്കാന്ന് എനിക്കറിയില്ല, പേരെനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് കുളത്തിൽ ധാരാളം ഉണ്ട്. അപ്പോൾ അമ്മ പോയി ചൂണ്ടയിടും, 2-3 എണ്ണത്തിനെ പിടിക്കും, പെട്ടെന്ന് തന്നെ വറുത്ത് അപ്പൂപ്പന് കൊടുക്കും. ഇല്ലാച്ച വീട്ടിൽ കലാപം ഉണ്ടാവും. അപ്പോൾ കലാപം പരിഹരിക്കുന്നതിൽ അങ്ങനെയാണ് എൻ്റെ ഓർമ്മകൾ ഓരോ മീനുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പഠിക്കുക എന്നുള്ളത് ഒരു രസകരമായ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ക്ലൈംബിംഗ് പെർച്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഇതേപോലെ രസകരമായ പേരുകൾ കിട്ടിയ മീനുകൾ വേറെയും ഉണ്ടാവില്ലേ? ഇംഗ്ലീഷ്, അതായത് കോമൺ നെയിംസ്. പ്രാദേശിക നാമങ്ങൾ എപ്പോഴും മനുഷ്യനിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ട്, പ്രധാനമായും 3 കാര്യങ്ങളായിരിക്കും. 1, അത് കാണുന്ന ഇടം. 2, അവയുടെ ഉപയോഗം. 3-മത് മനുഷ്യൻ എപ്പോഴും സൗന്ദര്യം നോക്കിയിട്ടാണ്. സൗന്ദര്യം നോക്കിയിട്ടും കൂടിയും പഴയ മത്സ്യങ്ങൾക്ക് പേരിടും. ക്ലൈംബിംഗ് പർച്ചെന്ന് പേരിടാനുള്ള കാരണം സായിപ്പ് ബ്രിട്ടീഷുകാർ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ രസകരമായൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഫ്രാൻസിസ് ഡേയുടെ ഫിഷസ് ഓഫ് മലബാർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. 1865 പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. ഫ്രാൻസിസ് ഡേ എന്ന് പറയുന്ന ഒരു സർജനാണ്. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഫിഷറീസ് എന്നാണ് പറയുക കേട്ടോ. മത്സ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് പീറ്റർ ആർത്തേദിയാണ്. ഇന്ത്യയിലെ മത്സ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് നമ്മൾ പറയുന്നത് ഈ ഫ്രാൻസിസ് ഡേ ആണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഒരു ഡോക്ടറായിരുന്നു, സർജനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് ഡേ എന്നാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്ത്യയിലെ ഈ ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹം മത്സ്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടാണ് അദ്ദേഹം ഫിഷസ് ഓഫ് ഇന്ത്യ, ഫിഷസ് ഓഫ് മലബാർ, ഫോൺ ഓഫ് ഇന്ത്യ ഫിഷസ് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയത്.
അപ്പോൾ അതിനകത്ത് ഈ ഫ്രാൻസിസിന്റെ ആദ്യത്തെ പുസ്തകമായ ഫിഷസ് ഓഫ് മലബാറിൽ ക്ലൈംബിംഗ് പെർച്ചിനെ കുറിച്ച് ഒരു കഥ രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ശ്രീലങ്കയിലും ആ കഥ പ്രചാരത്തിലുണ്ടെന്നാണ് പുള്ളി പറയുന്നത്, അദ്ദേഹം പറയുന്നത്. അതായത് ഈ അനവാസൻ എന്ന് പറയുന്ന മത്സ്യത്തിന് ചെകിളയിൽ നിങ്ങൾ ഒരു ഇതുണ്ട്, ലാബ്രിന്തൈൻ ഓർഗൻ എന്നാണ് അതിനെ പറയുക. അത് ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ, അതായത് സഹായക ശ്വസനക്രിയ, ശ്വസനാവയവം എന്നാണ് അതിനെ പറയുക. ഓക്സിലറി എന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന എന്നാണ് അർത്ഥം. ഓക്സിലറി ശ്വസനാവയവം എന്നാണ് നമ്മളതിനെ പറയുക. അങ്ങനെയുള്ള മത്സ്യങ്ങൾ ധാരാളം ഉണ്ട്. വരാല അതിൽപ്പെട്ട മത്സ്യമാണ്, മുഴി അതിൽപ്പെട്ട മത്സ്യമാണ്, കാരി എന്ന് പറയുന്ന ഹിട്രോപ്നോസ്റ്റസ് ഫോസിലിസ് അതിൽപ്പെട്ട മത്സ്യമാണ്. അപ്പോൾ ഇതിന് വേനൽക്കാലങ്ങളിൽ കുളങ്ങൾ വറ്റിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഈർപ്പ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നാൽ മതി, അത് ഗില്ല് വെച്ച് അതിൻ്റെ ചെകിളപ്പൂക്കൾ വെച്ച് അത് ശ്വസിക്കും. ഇനി ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അന്തരീക്ഷവായു നേരിട്ട് വഹിച്ച് ശ്വസിക്കാൻ കഴിയുന്ന മത്സ്യമാണ്. അപ്പോൾ അക്കാലങ്ങളിൽ ഇത് കുളങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇതിനെ കൊക്കുകളൊക്കെ എടുത്തുകൊണ്ട് പോകും വേനൽക്കാലം ആകുമ്പോൾ കുളങ്ങളിൽ നിന്ന്. അങ്ങനെ ഒരു കൊക്ക് ഒരു മത്സ്യത്തെ എടുത്തുകൊണ്ട് തെങ്ങിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് തിന്നാൻ ആരംഭിക്കുന്ന സമയത്താണ് സായിപ്പ് മുകളിൽ കയറിയത്രേ. അദ്ദേഹം മുകളിൽ ചെന്നപ്പോൾ യൂറോപ്യൻ ജെന്റിൽമാൻ എന്നാണ് അവർ പുസ്തകത്തിൽ പറയുന്നത്. യൂറോപ്യൻ ജെന്റിൽമാൻ ക്ലൈംബ് ടു ദ കോക്കനട്ട് ട്രീ എന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ കൊക്ക് ഈ മീനിട്ടുകൊണ്ട് പറന്നുപോയി. അദ്ദേഹം നോക്കുമ്പോൾ കൊക്കൂല, വേറൊന്നുമില്ല, ഈ മീൻ അവിടെ കിടന്ന് പിടയുന്നു. അതുകൊണ്ട് അദ്ദേഹം അപ്പം തന്നെ അതിന് പേരിട്ടു ക്ലൈംബിംഗ് പെർച്ച്. അങ്ങനെയാണ് ആ പേര് വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ മത്സ്യങ്ങൾക്കും ഓരോ തരം കഥകളുണ്ട്. ഇപ്പം ഞാൻ രസകരമായിട്ട് ഇവിടെ ഇപ്പം എൻ്റെ നാടല്ലാത്തതുകൊണ്ട് പറയാം, എൻ്റെ കളിപ്പേരുണ്ടല്ലോ, വട്ടപ്പേരെന്നൊക്കെ പറയില്ലേ, വട്ടപ്പേരെന്നൊക്കെ പറയും. ഞങ്ങളുടെ കളിപ്പേരൊരു മീനുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ സിസ്റ്റോമസ് സറാന എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, ശാസ്ത്രനാമമാണ്, അത് വിട്ടേക്ക്. കുറുവ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഇല്ല. ഇല്ലെങ്കിൽ മുണ്ടോത്തിപ്പരൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഇല്ല. ഇതൊന്നും കേട്ടിട്ടില്ല, നിങ്ങൾ മത്സ്യങ്ങളെ കണ്ടിട്ടില്ല എന്നാണ് അർത്ഥം. ഇതൊന്നും കേട്ടിട്ടില്ല വെച്ചാൽ മത്സ്യങ്ങളെ കണ്ടിട്ടില്ല എന്നാണ് അർത്ഥം. ഞാനതാ പറയുന്നത്, സുവോളജി ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് നാടൻ പേരുകൾ പോയി പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹിബിസ്കസും എട്രോപ്ലസും ഒക്കെ പിടിക്കാം. അത് ആദ്യം ഒരു ഇഷ്ടം തോന്നണം നമുക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങളുടെ കളിപ്പേര് തന്നെ കുറുവാപ്പറമ്പൻ എന്നാണ്. എൻ്റെ വീട്ടിൽ കൂടെ ഒരു ഭഗവതി യാത്ര ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. കണ്ടാൽ തോന്നില്ലെങ്കിലും സ്വന്തമായിട്ട് ഭഗവതിയൊക്കെ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ വീടിൻ്റെ താഴെ ഒരു കുളമുണ്ട്, അതിനെ കുറുവാക്കുളം എന്നാണ് പറഞ്ഞിരുന്നത്. അതിനകത്ത് ധാരാളം കുറുവ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കളിപ്പേര് തന്നെ കുറുവാന്നൊക്കെ വിളിച്ച എൻ്റെ ഫാദറിനൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. ഞാൻ പിന്നെ ദേഷ്യപ്പെടാറില്ല. സിസ്റ്റോമസ് സറാന എന്നുള്ള പേര് പറഞ്ഞിട്ട് മക്കളതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്ക് എൻ്റെ മകൻ തന്നെ എന്നെ സംബോധന ചെയ്തത് കുറുവ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യും. എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ പ്രകോപിപ്പിക്കാറില്ല. ചില മത്സ്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് ചില പേരുകൾ ഉണ്ടാക്കി തരും. അത് വർക്ക് ചെയ്യുന്നില്ല. ഈ മത്സ്യങ്ങളുടെ പേരുകൾ നമ്മളുടെ പ്രാദേശിക ഭാഷ ഒരുപാട് എൻറിച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ പറയാൻ എന്താ വെച്ചാൽ, ഞാൻ സാധാരണ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, ജൈവ വൈവിധ്യത്തിൻ്റെ ശോഷണം ഭാഷയുടെ ശോഷണത്തിന് കാരണമാകുന്നു എന്നാണ് പറയുക. അതായത് ഏതെങ്കിലും അതിന് ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ നേരത്തെ നെൽപ്പാടങ്ങളിലേക്കൊന്ന് ഇറങ്ങിയാൽ മതി. കൃഷിയുടെ അളവ് കുറഞ്ഞതോടുകൂടി കാർഷിക വൃത്തിയിലെ പല ഭാഷകളും ഇല്ലാണ്ടായിട്ടുണ്ട്. ഇപ്പം തകഴി എഴുതിയ നോവൽ പോലത്തെ ഒരു നോവൽ ഇപ്പോൾ ഉള്ള ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. കാരണം അത്തരത്തിലുള്ള കാർഷിക വ്യവഹാര ഭാഷകൾ ഇവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. കയ്യാണി എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ നെല്ലിൻ്റെ കടയിലും ഈ മണ്ണിര വന്നിട്ട് ഇങ്ങനെ മണ്ണ് അവരുടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. അതിനെ ഞങ്ങളുടെ നാട്ടുഭാഷയിൽ കുരിപ്പ എന്നാണ് പറയുക. അതിപ്പോൾ പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാവില്ല. മതിമുറി ഒന്നും ഒട്ടും മനസ്സിലാവുന്നില്ല. നെല്ലിന് കാമടങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. നെല്ലിൻ്റെ പൊതുമ്പെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. പൊതുമ്പ് അറിയില്ല, പാതി പൊതുമ്പ് അറിയില്ല, കാമടങ്ങി എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇത്തരത്തിലുള്ള ഭാഷകൾ നമ്മുടെ മലയാള ഭാഷയിൽ നിന്ന് ഞാൻ ഹെർമൻ കുണ്ടട്ടിൻ്റെ പഴയ ഡിക്ഷണറി എടുത്ത് നോക്കി. പഴയ ഡിക്ഷണറി കയ്യിലുണ്ട്, ഹെർമൻ കുണ്ടട്ട് അച്ചടിച്ച്. അതിനകത്ത് പല വാക്കുകളും നമ്മുടെ ഈ പുതിയ ഡിക്ഷണറിയിൽ ഉണ്ടാവുക തന്നെയില്ല. ഞാനങ്ങനെ കമ്പയർ ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ പറയണം, ആ വാക്കുകളൊന്നും ഇപ്പോൾ ഉപയോഗത്തിലില്ല. അതുപോലെ തന്നെയാണ് മുറ്റത്തെ മാവില്ലാതാവുന്നതോടുകൂടി മുത്തശ്ശി കഥകളും ഇല്ലാണ്ടാവും. ഞാൻ പ്രാദേശിക നാമങ്ങളെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള കുട്ടികളോട് ഈ മത്സ്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. ഈ മത്സ്യത്തെ അറിയോ? ഈ പൂച്ചുട്ടീനെ അറിയോ? എൻ്റെ നാട്ടിലെ എല്ലാ മത്സ്യങ്ങളുടെ പേരുകളും എനിക്കറിയാം. പൂച്ചുട്ടി, ആരകൻ, മുതുക്കി, കല്ലട, വയമ്പ്, മറ്റേ ഉരുളമ്പരൽ, വാലേക്കൊടിയൻ, ഈ പേരുകളൊക്കെ കൂട്ടി വെച്ചിട്ട് ഈ മീനുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ കുട്ടികൾക്ക് ഒരു പ്രൊജക്റ്റ് പോലെ കൊടുത്തു. അവരാരും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല.
അവസാനം ചിത്രങ്ങൾ വെച്ചിട്ട് ഇവരോട് മീനിൻ്റെ പേര് പറയാൻ പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞത് കട്ട്ല, റോഹു, മൃഗാള, ഗുപ്പി, ഗപ്പി, ചപ്പി, പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേര്. അവരെ പ്രാദേശിക നാമങ്ങൾ ഇത് എഴുതാൻ ഞാൻ ഭാഗ്യത്തിന് ഞാൻ അവരോട് എഴുതാൻ പറഞ്ഞില്ല. കാരണം പലർക്കും അക്ഷരങ്ങളില്ല. അതും കൂടി ആയെങ്കിൽ ഭീകരസ്ഥിതിയായി പോയില്ല. ഞാൻ പറയുന്നത് ഭാഷയെ സമ്പന്നമാക്കിയിരുന്ന അതിൻ്റെ ഒരു ഏറ്റവും ഉദാഹരണം 1996 ഒരു പുതിയ മത്സ്യത്തെ കണ്ടുപിടിക്കുന്ന വേളയിൽ അതിൻ്റെ അകത്തൊരു ഡിസ്കഷൻ ഇങ്ങനെ വന്നിരുന്നു. റോഹൻ പെത്തിയഗോഡ എന്ന് പറയുന്ന ഒരാളാണ് ആ നിരീക്ഷണം നടത്തിയത്. അദ്ദേഹം ഒരു പുതിയ സ്പീഷീസിനെ കണ്ടുപിടിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഒരു ഡിസ്കഷൻ ഭാഗത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു വാചകം അതിനകത്ത് ഉപയോഗിക്കുന്നത്. 1849 അറൂലിയസ് എന്ന് പറയുന്ന ഒരു പരലിനെ ജർഡൻ എന്ന് പറയുന്ന ആൾ ഈ മലബാറിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. അന്നത്തെ മലബാറാണെന്ന് ഓർക്കണം. ശ്രീരംഗപട്ടണം ഭാഗത്തെ ഒരു പുഴയിൽ നിന്ന് അദ്ദേഹം, കാവേരി ആയിരിക്കുമല്ലോ, അവിടെ നിന്ന് അദ്ദേഹം അറൂലിപ്പരൽ എന്ന് പറയുന്ന ഒരു പരലിനെ കണ്ടുപിടിക്കുന്നു. നാട്ടുകാർ അതിനെ വിളിക്കുന്നത് അറൂലിപ്പരൽ എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനൊരു പേരിട്ടു സിസ്റ്റോമസ് അറൂലിയസ്. അന്ന് അദ്ദേഹം പേരിട്ട് സിസ്റ്റോമസ് അറൂലിയസ്. ഇന്നിപ്പോൾ അതിൻ്റെ പേര് ഡോക്കിൻസി അറൂലിയസ് എന്തെങ്കിലും ആവട്ടെ, പേര് ശാസ്ത്രനാമം അവിടെ നിൽക്കട്ടെ. 96 ഈ റോഹൻ പെത്തിയഗോഡയുടെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, ശ്രീരംഗപട്ടണത്തിൽ അറൂലി എന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്പം പ്രചാരത്തിലേ ഇല്ല. ആ വാക്ക് അവിടെ നിന്ന് അന്യം നിന്നുപോയി. കാരണം അറൂലിപ്പരലില്ലാണ്ടായി. അപ്പോൾ ഭാഷയില്ലാതെ ഒരു ജീവി ഇല്ലാതാവുന്നതോടുകൂടി പ്രാദേശിക നാമങ്ങൾ കൂടി ഇല്ലാതാവുകയാണ്. ഇതിനെക്കുറിച്ച് അറിയാതിരിക്കുന്നതോടുകൂടി എല്ലാം കൂടി ഇല്ലാതാവുന്നതാണ്. ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. 1849 മലബാർ ഭാഗത്തെ മത്സ്യങ്ങളെക്കുറിച്ചുള്ള ലേഖനം വരുന്നത്. അതിനു മുമ്പ് 1839 മൂലമുത്ത നദിയിൽ, അതായത് പൂനെയിലുള്ള മൂലമുത്ത നദിയിലുള്ള മത്സ്യങ്ങളെക്കുറിച്ച് കേണൽ സൈക്സ് ഒരു വിവരണം നൽകുന്നുണ്ട്. അതിനും മുമ്പ് 1822 ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരാൾ, ഇതിലെ സഞ്ചരിച്ച ഒരാളാണ് ഹാമിൽട്ടൺ ബുക്കനാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേരിൽ കാണും. അത് ഫ്രാൻസിസ് ഹാമിൽട്ടൺ ആണ്. അദ്ദേഹം പിന്നീട് ബുക്കനാൻ എന്നുള്ള പേര് സ്വീകരിച്ചതാണ്. ഹാമിൽട്ടൺ 1822 ഗംഗയിലെയും അതിൻ്റെ പോഷക നദിയിലെയും മത്സ്യങ്ങളെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പേരുകൾ, ശാസ്ത്രനാമങ്ങൾ നൽകുന്നിടത്ത് അദ്ദേഹം പ്രത്യേകമായ ഒരു പരാമർശം നടത്തുന്നുണ്ട്. അത് ഹാമിൽട്ടൺ മാത്രമല്ല, ഈ കേണൽ സൈക്സും, ഹെൻറി വില്യം സൈക്സും ഈ നിരീക്ഷണം നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഈ മത്സ്യത്തിന് പുണ്ടിയസ് എന്ന ജനിതക നാമം നൽകുന്നു. കാരണം കോസി നദിയിലും അതിൻ്റെ തീരത്തും താമസിക്കുന്ന ആളുകൾ ഈ പരലിനെ വിളിക്കുന്നത് പുണ്ടി എന്നാണ്. അതുകൊണ്ട് ഞാൻ ഇത് ജനിതക നാമമായി സ്വീകരിക്കുന്നു. അതും കൂടെ കടന്നിട്ടൊരു സെൻറ്റൻസ് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെയാണ്, ഞാനൊരു പ്രാദേശിക നാമം നൽകുന്നത്, ശാസ്ത്രനാമമായി നൽകുന്നത്, പിന്നീട് വരുന്നവരെ തിരിച്ചറിയാൻ അത് സഹായിക്കുമല്ലോ. ഒരു നിരീക്ഷണം കൂടിയുണ്ട്, ഇതെൻ്റെ പ്രാദേശിക ജനതയുടെ, അവരുടെ ഭാഷയോടുള്ള എൻ്റെ ഒരു ആദരവ് കൂടിയാണ്. അങ്ങനെ 2 നിരീക്ഷണങ്ങളുണ്ട് അതിനകത്ത്. ഈ കാണുന്ന ഇപ്പോൾ ഈ മത്സ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രനാമങ്ങളെല്ലാം തന്നെ 90% പ്രാദേശിക, ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചത്. നമ്മളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ പേരൊക്കെ ചിലത് രശ്മി, സുലോചന എന്നൊക്കെ ഇടും. അത് നോക്കിയിട്ട് കാര്യമില്ല, അതിനൊരു കഥയില്ല. ചിലർ ട്രാവൻകൂറിക്കസ് എന്നൊക്കെ ഇടും പ്രാദേശിക. മറ്റൊരിട്ടത് അങ്ങനെയല്ല, പുണ്ടിയസ് കോൺകോണിയസ്, അല്ലെ ഇപ്പോഴത്തെ പെത്തിയ കോൺകോണിയസ്. ഇതിനെ ആ നാട്ടുകാർ വിളിക്കുന്നത് കോങ്കോണി പരൽ എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യമാവുന്ന ഒരു മത്സ്യമുണ്ട്, മഹസീർ എന്ന് പറയുന്നത്. അതിന് ടോർ കുദ്രി എന്നാണ് ഇട്ടത്. കാരണം മൂലമുത്ത നദിയിലുള്ള ആളുകൾ, അവിടുത്തെ പ്രാദേശിക ജനത ആ വലിയ പരലിന് വിളിച്ചിരുന്ന പേര് കുദ്രി എന്നാണ്. അതുകൊണ്ട് ഞാൻ കുദ്രി എന്ന ശാസ്ത്രനാമം നൽകുന്നു. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ വാക്കുണ്ടാവുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. എപ്പം മീൻ കുറയുന്നോ അപ്പം തന്നെ ഭാഷയും ഇല്ലാണ്ടാവും. നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കുന്നത് ഈ ചുറ്റുമുള്ള. ഇപ്പോൾ ഒരാളൊരു ചെറുകഥ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1960-കളിലെ 70-കളിലെ ചെറുകഥയൊക്കെ എങ്ങനെയായിരിക്കും? എങ്ങനെയൊക്കെ ആയിരിക്കും? തെങ്ങോലകൾ, ഡിസംബർ മാസത്തിൽ നല്ല മഞ്ഞ്, ഇറ്റിറ്റ് വീഴുന്ന മഞ്ഞുതുള്ളികളെ നോക്കിയുള്ള അവളുടെ കാത്തിരിപ്പിൻ്റെ സ്വഭാവമില്ലെന്ന് തീർത്ത് പറയാനില്ല. ഇല്ല, നന്ദേട്ടൻ വരാതിരിക്കില്ല, അവളുടെ മനസ്സ് പറഞ്ഞു. അങ്ങനെ നന്ദേട്ടൻ വന്നു, വിവാഹം കഴിഞ്ഞു. ഇപ്പം അങ്ങനെയല്ല. വീട്ടിൽ മറ്റേ റംബൂട്ടാൻ ഇങ്ങനെ കുലച്ചു നിന്നു. നമ്മുടെ സാധനം മാറുകയാണ്, റംബൂട്ടാനിലേക്ക് മാറുകയാണ്. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മുടെ മത്സ്യങ്ങളുടെ പേരുകൾ, അക്വേറിയത്തിലെ ഗപ്പിയെ നോക്കി അവൾ ഇങ്ങനെ ഇരുന്നു എന്നായിരിക്കും നമ്മൾ കഥ തുടങ്ങുക. ശരിയല്ലേ? നമ്മുടെ ഈ കഥാസ പരിസരങ്ങളൊക്കെ മാറിപ്പോകും എന്നുള്ളതാണ്. ആ ജീവി ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ പറയുമായിരുന്നേ.
ഒരു പക്ഷേ കാലം പോകുന്നതിനനുസരിച്ച് അന്യം നിന്ന് പോയേക്കാവുന്ന പല വാക്കുകളെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലേ അന്നത്തെ പേരുകൾ. അതെ അതെ അതെ, ആ പേരുകൾ നമ്മൾ എപ്പോഴും, ഞാനിങ്ങനെ എല്ലാ ഞാൻ വല്ലപ്പോഴും കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ശാസ്ത്രനാമം പറയാറില്ല. ശാസ്ത്രനാമം പറയാതിരിക്കാനാണ്. ശാസ്ത്രനാമം നല്ലതല്ല എന്നല്ല കേട്ടോ, ശാസ്ത്രനാമം നല്ലതാണ്. നമുക്കൊരു ചെറിയ പരിമിതമായ സമൂഹത്തിൻ്റെ ഇടയ്ക്കാണ് അത് ഉപയോഗപ്പെടുന്നത് അല്ലേ. ശാസ്ത്രീയമായ ഗവേഷണങ്ങൾക്ക് അത്യാവശ്യമാണ്. എന്നെ ഒരിക്കലും ശാസ്ത്രനാമം ഇഷ്ടമല്ലാത്ത ഒരു ശാസ്ത്രജ്ഞൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാളെ തലക്കെട്ട് വരരുത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ശാസ്ത്രനാമത്തേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് പ്രാദേശിക നാമമാണ്. അതെൻ്റെ ഭാഷ, എൻ്റെ ഇഷ്ടം അതിനകത്താണ് കിടക്കുന്നത്. ശരിയല്ലേ? നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളെയൊക്കെ അവരുടെ വീട്ടിൽ വിളിക്കുന്നത് മീനാക്ഷി കുമാരി KS എന്നാണോ അച്ഛൻ വിളിക്കുന്നത്? അല്ല, ടൊട്ടു, മുട്ടു, ചൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഇഷ്ടങ്ങളെ അടയാളപ്പെടുത്തുന്നത് നമ്മുടെ വിളികളിലാണ്. ശരിയല്ലേ? പേരുകളിൽ. ശരിയല്ലേ? അല്ലാതെ വീട്ടിൽ കുമാരി ഫാത്തിമ ബീവി KM വരൂ ഭക്ഷണം കഴിക്കുമെന്നായിരിക്കില്ല അമ്മ പറയുന്നത്, ആണോ? അല്ല, കുഞ്ഞാവേ വരൂ എന്നൊക്കെ ആയിരിക്കും. ഇഷ്ടത്തെ അടയാളപ്പെടുത്തുന്നത് വിളിയിലും പേരിലുമാണ്. മനുഷ്യൻ എല്ലാത്തിനെയും സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ക്രൂരനാണ് മനുഷ്യൻ. അടിസ്ഥാനപരമായി മനുഷ്യൻ അത്ര നല്ലതൊന്നുമല്ല. എന്നാൽ പോലും ഈ ജീവികളെ സ്നേഹിക്കുന്നിടത്ത് അവർ പേരുകൾ കൊണ്ട് അതിനെ ഇഷ്ടങ്ങളെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. ശരിയല്ലേ? ഈ പേരുകൾ ഇല്ലാതാവുന്നതോടുകൂടി ഇഷ്ടങ്ങളും നഷ്ടമാവും എന്നുള്ളതാണ്. പേരുകൾ ഇല്ലാതാവുന്നതോട് ഇഷ്ടങ്ങളും നഷ്ടമാവും. ഞാൻ അതുകൊണ്ട് ശാസ്ത്രനാമം പലപ്പോഴും ആൾക്ക് ഉപയോഗപ്പെടാമെന്നറിയോ, ഒരു പരിമിത ഗവേഷകർക്ക് തന്നെ. പക്ഷെ എന്നാലും നമ്മളുടെ ഒരു ആളുകൾ എന്തുകൊണ്ടാണ് ടാക്സോണമിയിൽ നിന്ന് അകന്നു പോകുന്നതെന്നറിയോ? ആളുകൾക്ക് ഇഷ്ടമാണ് പേരുകൾ പഠിക്കാനും. ശാസ്ത്രജ്ഞരല്ലാത്തവർക്കും ഗവേഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഇതിനെ ഒരു ജാർഗണൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവരെ അകറ്റി നിർത്തുക. നമ്മുടെ സിനോനിമി, ഒബ്ജക്റ്റീവ് സിനോനിം, ലോ പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ അകത്ത് നിർത്തും. ഇതിന് ഇങ്ങനെയും വിളിക്കാമെന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് എൻ്റെ പക്ഷം. നാട്ടുകാരെ കൂടെ, ഒരു കൂട്ടം ആളുകളെ കൂടെ നമ്മുടെ ഒപ്പം നിർത്തണമെങ്കിൽ നമുക്ക് അവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ സംസാരിക്കണം. ടാക്സോണമിയുടെ ഭാഷ ഒന്നുകൂടി ലളിതമാക്കണം എന്നാണ് ഞാൻ പറയുക. മനസ്സിലായ? വീട്ടിൽ ചെന്ന് ആരും ഒറൈസ സെറ്റൈവ തരാൻ പറയാറില്ലല്ലോ, കഞ്ഞി തരാനല്ലേ പറയാറുള്ളൂ. ഇത് പണ്ട് ബഷീർ പറഞ്ഞതുപോലെ മാതാശ്രീ അല്പം ജലം തരൂ. സാറ് ഒരുപാട് സർവേകൾക്കൊക്കെ പോയിട്ടുണ്ടല്ലോ ഫിഷിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം അങ്ങനെ സർവേകൾക്കൊക്കെ പോയ സമയത്ത് ഇതുപോലെ ഈ പ്രാദേശിക ജനതയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും അൺഫോർഗറ്റബിൾ ഇൻസിഡൻ്റ് ആയിട്ട്? ഏറ്റവും നന്നായി ഒരുതരം ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു, നമ്മൾ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഇൻ്റലിജൻസിനപ്പുറം വേറൊരു തരം ഇൻ്റലിജൻസ് ഉണ്ട് അല്ലേ. ഞാൻ പറയാതെ സ്ത്രീകൾക്ക് ഇത്തിരി കൂടി കൂടുതലാണ്. അതുകൊണ്ടാണ് അവർ നന്നായി സർവൈവ് ചെയ്യും. മനസ്സിലായാണ്? ഞങ്ങളെക്കാൾ നന്നായിട്ട് സർവൈവ് ചെയ്യപ്പെടും സ്ത്രീജനങ്ങളെ. കുറച്ചുകൂടി ഒരു പ്രായോഗികമായ നോളജ് ഉണ്ടെന്നാണ് ഞാൻ പറയുക. പ്രാദേശിക ജനതയ്ക്കും അത്തരത്തിലുള്ളൊരു നോളജുണ്ട്. അതിനൊരു ബെസ്റ്റ് ഉദാഹരണം, ഞങ്ങളുടെ അവിടെ മാള എന്ന് പറയുന്നൊരു ബസ് സ്റ്റാൻഡുണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ ഒരിക്കൽ പെട്ടെന്ന് ഒരു മിന്നൽ പണിമുടക്ക് എന്ന് പറയുന്നൊരു പണിമുടക്ക് വന്നു. അപ്പോൾ അതിനകത്ത് പണിമുടക്ക് വന്നപ്പോൾ അതിനകത്ത് സ്കൂളിൽ കുറച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ ഉയർന്ന സ്കൂളുകളിലൊക്കെ പഠിക്കണേ. അവർ വീട്ടിലേക്ക് അച്ഛനോട് ഫോൺ ചെയ്തു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അവിടെ നിന്നൊരു സാധാരണ പയ്യനുണ്ട്, അവനൊരു ബൈക്ക് വന്ന് കൈ കാണിച്ച് അവൻ കയറിപ്പോയി. ഇതാണ് ഇത്രയേ ഉള്ളൂ. ഇത് ഏറ്റവും ലളിതമായി വിവരിക്കാവുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പ്രായോഗിക ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ട്രഡീഷണൽ ഒരു ജൈവ വിഭവത്തെ പരമാവധി ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള, എന്നാൽ കേടുവരാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള, അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ നിർവചിക്കുക. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാളേക്ക് കരുതി വെച്ചുകൊണ്ട് ഇന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് സന്തുലിത വിഭവ വിനിയോഗം എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. അവിടെ നമ്മൾ അവരെന്താ ചെയ്യുന്നത് ചിലപ്പോൾ ഈ ട്രഡീഷണൽ കമ്മ്യൂണിറ്റിക്ക് അവർക്ക് കൃത്യമായ നോളജുകളുണ്ട്. ഈ പിടിക്കാൻ മാത്രമല്ല, മീൻ പിടിക്കാൻ മാത്രമല്ല നോളജ് അവർക്ക് അതിൻ്റെ ബിഹേവിയർ, മുട്ടയിടാൻ വരുന്ന കാലം, അതിനെക്കുറിച്ചൊക്കെ, പ്രജനന കാലം, ദേശാന്തരഗമന കാലം, അവർ ഭക്ഷണം തീറ്റ എടുക്കാത്ത കാലം, ഇതിനെക്കുറിച്ചൊക്കെ അറിവുണ്ട്. തേക്കടിയിലെ മന്നാൻ എന്ന് പറയുന്നൊരു ട്രൈബൽ ഗ്രൂപ്പുണ്ട്, മന്നാന്മാർ. ഈ മന്നാന്മാർ മീൻ പിടിക്കാനായിട്ട് ഓരോ കാലത്തും അവർക്ക് ഏറ്റവും വലിയ മീർ എന്ന് പറയുന്നത് തേക്കടിയിലെ മഹസീറാണ്. ഈ കുയിൽ എന്ന് പറയുന്ന മത്സ്യമാണ്. തെക്കൻ കേരളത്തിൽ കുയിലെന്നും, മധ്യ കേരളത്തിൽ ചൂര എന്നും, വടക്കൻ കേരളത്തിൽ കച്ചി എന്നാണ് അതിനറിയപ്പെടുക. നോക്കൂ, അവർ ഈ മത്സ്യത്തെ ചൂണ്ടയിടാനായിട്ട് പിടിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഇരകൾ ഓരോ സീസണുകളിലും ഓരോന്നായിരിക്കും. സെപ്റ്റംബർ മാസത്തിൽ ചിലപ്പോൾ അവർ നമ്മുടെ ഇത്തിക്കണ്ണിയുടെ പൂവെടുത്തിട്ടായിരിക്കും ഇടുക. അതേസമയം വേറൊരു സമയത്താണെങ്കിൽ അവർ ഞണ്ടിനെ പിടിച്ചിട്ടായിരിക്കും ബെയ്റ്റായിട്ട് ഇടുക. അപ്പോഴേ അത് തിന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അത് മത്സ്യത്തിൻ്റെ ദേശാന്തരഗമനത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ട്. മഹസീർ എന്ന് പറയുന്ന മത്സ്യം ചിലപ്പോൾ താഴോട്ട് ഇറങ്ങി വരുന്നൊരു കാലമുണ്ട്.
മുകളിലോട്ട് കയറി പോകുന്ന ഒരു കാലമുണ്ട്. ഇത്തരം കാലങ്ങളെക്കുറിച്ച് ഈ പ്രാദേശിക ജനതയ്ക്ക് അറിവുണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ അവരോട് ചോദിച്ച് സംസാരിച്ചൊക്കെ എഴുതിയെടുക്കാറുണ്ട്. ഈ ട്രഡീഷണൽ നോളജിന് അതിൽ വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ട്രഡീഷണൽ നോളജിൻ്റെ പുറത്താണല്ലോ സയൻസ് പിന്നെ അന്വേഷണാത്മകമായി നമ്മൾ പുരോഗമിക്കുന്നത്. എല്ലാ ശാസ്ത്രത്തിൻ്റെ പിറകിലും ഒരു പരമ്പരാഗതമായ അറിവോ അല്ലെങ്കിൽ പരമ്പരാഗതമായ ഊഹാപോഹങ്ങളോ ഹൈപ്പോത്തിസിസ് സാങ്കല്പിക സിദ്ധാന്തങ്ങളോ ഒക്കെ ഉണ്ടാകും. അതിനെ പിന്നീട് ഒരു ശാസ്ത്ര പഠനത്തിന് ഒരു മനനത്തിന് വിധേയമാക്കുമ്പോഴാണല്ലോ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നതും നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതും. അങ്ങനെയാണ് അതുകൊണ്ട് പരമ്പരാഗതമായ അറിവുകൾ അപ്പാടെ കേടുകൂടാതെ സംരക്ഷിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ടാക്സോണമി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ ഇത്രയും രസകരമായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു പുതിയ വെളിച്ചത്തിൽ ടാക്സോണമിയെ കാണുകയാണ് ഇന്നു മുതൽ. തീർച്ചയായിട്ടും ഞാനത് അങ്ങനെ തന്നെയാണ്. ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. നിങ്ങൾക്ക് സ്വന്തമായി കഥകൾ പറയാനുണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചെടുക്കാഞ്ഞിട്ടാണ്. ആദ്യമായി പഠിച്ച ജീവിയുടെ പേര്, ആദ്യമായി പിടിച്ച പൂമ്പാറ്റയുടെ പേര്, ഇതൊക്കെ നമുക്ക് മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ടാവും. നമുക്കത് ബന്ധപ്പെടുത്താൻ കഴിയുന്നിടത്താണ് അതിൻ്റെ ആ ഒരു വിഷയം ആസ്വാദ്യകരമാകുന്നത്. അല്ലെങ്കിൽ അതൊരു ഡ്രൈ സബ്ജക്റ്റ്, പരീക്ഷയ്ക്ക് എഴുതി വെക്കാനുള്ള ശാസ്ത്രനാമമായിട്ട് അത് അവശേഷിക്കും. നമ്മളൊന്നും അതിൽ നിന്ന് നേടുന്നില്ല. തീർച്ചയായിട്ടും ടാക്സോണമി പഠിക്കുന്ന, ഞാൻ ടീച്ചറോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജന്തുശാസ്ത്രമോ സസ്യശാസ്ത്രമോ പഠിക്കുന്ന ഒരാൾ, ബോട്ടണിയോ സുവോളജിയോ പഠിക്കുന്ന ഒരാൾ, അയാൾ ക്ലാസ് മുറി വിട്ടു പോകുമ്പോൾ, അയാളുടെ ഫൈനൽ BA ഡിഗ്രി കഴിയുമ്പോൾ അയാൾ അറിയാതെ അയാൾക്ക് മറ്റൊരു ബിരുദം അയാളുടെ കയ്യിലുണ്ട്. അതൊരു പക്ഷേ ഹിസ്റ്ററിയുടെ ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ജോഗ്രഫിയുടെ ആയിരിക്കും. നിങ്ങളിവിടുത്തെ ഏത് ജീവിനെ പഠിച്ചു നോക്കുമ്പോഴും നിങ്ങൾ എന്തായാലും വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നത് പഠിക്കണ്ടേ? ഇവിടുത്തെ ബോട്ടണി വിദ്യാർത്ഥികൾ ഗാർസിയ ഡി ഓർത്തയെ ഓർക്കണ്ടേ? ആദ്യത്തെ ഒരു പുസ്തകം എഴുതിയത്, ആദ്യം അച്ചടിച്ച ഒരു സയൻറ്റിഫിക് പുസ്തകം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ 3ാമത്തെ പുസ്തകമാണ് ഗാർസിയ ഓർത്തയുടെ ഇന്ത്യയിലെ ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ഒരു ജൂതനായിരുന്നു. ജൂതന്മാരെ കൊല്ലണ കാരണം കൊണ്ട് അദ്ദേഹം അക്കാലത്ത് ഒരു ക്രിസ്ത്യാനിയായി മാറി പോർച്ചുഗീസുകാരുടെ കൂടെ കപ്പലിൽ ഇന്ത്യയിലേക്ക് വന്ന ആളാണ്. അങ്ങനെയുള്ള ജൂതന്മാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റിക് ജൂ, ഒളിഞ്ഞു താമസിക്കുന്ന ജൂ. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹം ജൂതനാന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ എന്നിട്ട് രണ്ടാമത് എക്സ്ക്യൂമേഷൻ നടത്തി വീണ്ടും പുറത്തെടുത്ത് അവർ അസ്ഥി എടുത്ത് കത്തിച്ചു. ഗാർസിയ ഡി ഓർത്തയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പോർച്ചുഗീസ് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കേണ്ടി വരും. ശരിയല്ലേ? വരും. ഞാനിവിടെ ബോട്ടണി വിദ്യാർത്ഥികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ മറ്റേ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് അവർ വാചാലമായി സംസാരിക്കുമ്പോഴും സസ്യങ്ങളുടെ പേരുകളോ അതിൻ്റെ പഴയ പേരുകളോ പുതിയ പേരുകളോ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയ്ക്ക് അത് മലയാള ഭാഷയുടെ അച്ചടിയുടെ ചരിത്രം പറയുന്നെന്നുള്ള കാര്യം നമ്മൾ മറന്നു എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യമായിട്ട് മലയാളം അക്ഷരങ്ങൾ അച്ചടിക്ക് കീഴടങ്ങിയത് ഈ ഹോർത്തൂസ് മലബാറിക്കസിലാണ്. അതിക്ക് മുമ്പ് മലയാള അക്ഷരങ്ങളുണ്ട് 1792. അതിന് ശേഷമാണ് നമ്മുടെ സംക്ഷേപ വേദാർത്ഥമൊക്കെ വരുന്നത് പിന്നെയാണ്. പിന്നെ ഗ്രന്ഥോണിക്കം മലബാറിക്കം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, അതും വരുന്നത് പിന്നീടാണ്. അതിക്ക് മുമ്പേ മലയാള അക്ഷരങ്ങൾ ചന്ദ്രക്കലയൊന്നും ഉണ്ടായിരുന്നില്ല. ചന്ദ്രക്കലയും കുത്തും കോമയൊക്കെ മലയാളത്തിൽ കണ്ടുപിടിച്ചത് ഹെർമൻ കുണ്ടട്ടാന്ന് പറയുന്നത്. അതിക്ക് മുമ്പ് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ചിത്രങ്ങളെടുത്ത് പരിശോധിക്കുന്നവരെ മലയാള അക്ഷരങ്ങൾ കൂടി നോക്കുക. തെങ്ങാന്നാണ് എഴുതിയിരിക്കുന്നത്, തെങ്ങെന്ന് എഴുതിയിരിക്കുന്നില്ല. ഈ കവുങ്ങെന്ന് എഴുതാനായിട്ട് ആ ചിഹ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക എങ്ങനെയാണ് എഴുതിയിരുന്നത്? ഭാഷയുടെ ചരിത്രം കൂടി അതിനകത്ത് പറയുന്നുണ്ടെന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മൾ അതാണ് ഓരോ ടാക്സോണമി വിദ്യാർത്ഥിയും ശരിക്കും പറഞ്ഞ ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ്. അവർക്ക് എന്തായാലും അവർ BSc സുവോളജി അല്ലെങ്കിൽ MSc സുവോളജി കടന്നു കഴിയുമ്പോൾ അവർക്ക് ചരിത്രത്തിലോ ജിയോഗ്രഫിയിലോ എന്തായാലും ഒരു ബിരുദം അവരുടെ കൂടെ വരുന്നുണ്ടാവും. നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമുക്ക് പ്രാപ്തിയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറയുകയാണെങ്കിൽ ജിയോഗ്രഫി പഠിക്കുമ്പോൾ എന്തായാലും ജിയോളജിയും പഠിക്കും. ചില മത്സ്യങ്ങൾ ജിയോളജി, കേരളത്തിലെ മത്സ്യങ്ങളിൽ പലതും ജിയോളജി സംസാരിക്കുന്നതാണ്. ഉദാഹരണത്തിന് എട്രോപ്ലസ്, നമ്മുടെ ചൂട്ടാച്ചി എന്നൊക്കെ വിളിക്കുന്ന, പള്ളത്തി എന്നൊക്കെ കേരളത്തിൽ വിളിക്കുന്ന ഒരു മത്സ്യമുണ്ട്, ചൂട്ടാച്ചി. ആ മത്സ്യത്തെ നിങ്ങൾ നോക്കിയാൽ നമ്മൾക്ക് ഈ പറയുന്ന ഭയങ്കരമായ ചരിത്രം പറയും. അത് ജിയോളജി പറയും, ഇന്ത്യയുടെ ജിയോളജി പറയും. അത് ആ മത്സ്യം നിങ്ങളോട് പറയുക എന്താ വെച്ചാൽ ആസ്ട്രേലിയയും അന്റാർട്ടിക്കയും മഡഗാസ്കറും ഒരുമിച്ച് കന്യാകുമാരിയിൽ യോജിച്ചിരുന്ന ഗോണ്ട്വാന ജംഗ്ഷൻ്റെ കഥ പറയും. ഇപ്പം മഡഗാസ്കർ വിട്ടുപോയി ആഫ്രിക്കയോട് ചേർന്ന് കിടക്കുന്നതിൻ്റെ കഥ പറയും. അതൊരു ജിയോളജി പഠിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ ഏതെങ്കിലും ഒരു മത്സ്യത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്. 4.6 ബില്യൺ പഴക്കമുള്ള ഭൂമിയുടെ ഒരു കഥ ചിലപ്പോൾ ഒരു മത്സ്യം നിങ്ങളോട് ഒറ്റ നോട്ടത്തിലിരുന്ന് പറഞ്ഞു തരും. അതിൻ്റെ വായനകളിലേക്ക് നമ്മൾ പോകണം. ഇത് നമുക്ക് പലതും ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ലല്ലോ. അതിൻ്റെ വായനകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഭയങ്കര രസകരമായ അനുഭവങ്ങൾ തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ് പല മത്സ്യങ്ങളും. ടാക്സോണമി വിദ്യാർത്ഥികളോട് സാറ് പറയുന്നത് ഇതുപോലെ രസകരമായിട്ട് കാര്യങ്ങൾ പഠിക്കുക അല്ലേ? അതെ. ഏറ്റവും രസകരമായിട്ട് ടാക്സോണമിയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ
ഒന്നാമത്തെ നിങ്ങളുടെ ഒരു വിദ്യാർത്ഥികളുടെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ വായിച്ചാൽ ഇപ്പോൾ തലയിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. ആവശ്യത്തിന് സ്പേസ് ഇപ്പോൾ തലച്ചോറിലുണ്ട്. നമ്മുടെയൊക്കെയാണെന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് കേടൊക്കെ വന്നു തുടങ്ങി. നിങ്ങളുടെയാണെന്ന് വെച്ചാൽ അതിപ്പോൾ ആവശ്യത്തിന് ന്യൂറോണുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ അറിവുകൾ വായിക്കുന്ന അറിവുകൾ തലച്ചോറിൽ എവിടെയെങ്കിലും ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ അതിനെ അങ്ങോട്ട് വിശാലമാക്കുക. നല്ല വിശാലമാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സബ്ജക്റ്റ് ടാക്സോണമിയാണ്. അത് സസ്യങ്ങളുടെ ആയാലും പല സസ്യങ്ങളെയും കുറിച്ച് പഠിക്കുമ്പോൾ നല്ല ഇവിടെ കാണുന്ന പല സസ്യങ്ങളും എക്സോട്ടിക്കുകളാണെന്നുള്ളതാണ് രസകരമായ. അവയ്ക്കുണ്ട്, അവ വന്ന ചരിത്രമുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കിയതിനേക്കാളും കഷ്ടപ്പെട്ടിട്ടാണ് പല വിദേശ മത്സ്യങ്ങൾ ഇന്ത്യയിലേക്ക് വന്നത്. അതിലേറ്റവും രസം ട്രൗട്ടിൻ്റെ കഥയാണ്. നിങ്ങൾ പോയിട്ട് നീലഗിരി ട്രൗട്ട് ഇൻ നീലഗിരീസ് എന്ന് പറഞ്ഞിട്ട് വിഷയങ്ങളൊക്കെ ഉണ്ട്, പ്രബന്ധങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കൂ. ട്രൗട്ടിനെ ഇന്ത്യയിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്ന 1866 നീലഗിരിയിലെ തണുപ്പും ഇംഗ്ലണ്ടിലെ തണുപ്പും ഏകദേശം സമാനമാണല്ലോ. അത് കണക്കാക്കിയിട്ടാണ് ട്രൗട്ട് എന്ന് പറഞ്ഞാൽ റോയൽ ഫിഷാണ്. ഞാനും കഴിച്ചിട്ടുണ്ട്. ഞാൻ രാജാവായതുകൊണ്ടല്ല, ഞാനത് കഴിച്ചതിന് ശേഷം എൻ്റെ പേര് തന്നെ മാറ്റി. ചതയം തിരുനാൾ ഷാജി വർമ്മ തമ്പുരാൻ തന്നെ ആക്കി കളഞ്ഞു. റോയൽ ഫിഷാണല്ലോ, അത് കഴിച്ചപ്പോൾ നമ്മുടെ പേര് തന്നെ നമ്മൾ മാറ്റിക്കളഞ്ഞു. അവരുടെ റോയൽ ഫിഷാണ്. അതിന് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് മാത്രമല്ല, യൂറോപ്യന്മാർക്ക് പൊതുവെയുള്ള വിനോദങ്ങളിൽ ഒന്ന് ഹണ്ടിങ് ആണ്, ഒന്നെന്ന് പറയുന്നത് അവർക്ക് ഫിഷിംഗ് ആണ്. അതിൽ സ്പോട്ട് ഫിഷിംഗ്, ഗെയിം ഫിഷിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് അവർ ട്രൗട്ടിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. 1866 അത് ശ്രമിച്ചത്. അത് പരാജയപ്പെട്ടു. ട്രൗട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും അണ്ടങ്ങളൊക്കെ ചീഞ്ഞു പോയി. പിന്നീടാണ് പല ഘട്ടങ്ങളിലുള്ള അതിൽ മക്കൈവർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചറിൻ്റെ പിതാവ് കൂടിയാണ് അദ്ദേഹം. മക്കൈവർ കോഴിക്കോടാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കിയിരിക്കുന്നത് കോഴിക്കോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോ ഊട്ടിയിലാണോ കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാണോ എന്നറിയില്ല. ഒരു സ്മാരകം ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കൂ, അദ്ദേഹത്തിന് ഊട്ടിയിലാണോ കോഴിക്കോടാണോ, തെറ്റാണെങ്കിൽ നോക്കണേ. മക്കൈവറിൻ്റെ ശ്രമത്തിലാണ് പിന്നീട് ട്രൗട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹം ട്രൗട്ടിനെ കപ്പലിൽ കൊണ്ടുവരാനായിട്ട്, അന്ന് സൂയസ് കനാൽ തുറന്നിട്ടില്ലല്ലോ, കപ്പൽ ഭയങ്കരമായിട്ട് ചുറ്റി ഇവിടെ വന്നിട്ട് ഈജിപ്തിൻ്റെ അവിടെ വന്നിട്ട് പിന്നെ തിരിച്ച് നമ്മൾ കരമാർഗം ഇന്ത്യൻ ഓഷൻ്റെ അവിടേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുവരണം. കോയമ്പത്തൂർ വരെ ട്രെയിനുള്ളൂ, അവിടെ നിന്ന് നീലഗിരിയിലേക്ക് പിന്നെ കൊണ്ടുപോകണം. അതിൻ്റെ കഥകളൊക്കെ ഉണ്ട്, രസകരമായ കഥകളൊക്കെയാണ്. അതുകൊണ്ട് അതിനെ നീലഗിരി കൊണ്ടുവന്നു. അതും പിന്നെ അത് മാത്രമാണ് സർവേ ചെയ്ത്, അതിക്ക് മുമ്പ് കൊണ്ടുവന്നതൊക്കെ ചത്തുപോയി. ആദ്യം കൊണ്ടുപോയിട്ട് ചത്തുപോയത് പരാജയം മറച്ചു വെക്കാനായിട്ട് ഫ്രാൻസിസിൻ്റെ നാട്ടിൽ നിന്ന് താഴെ ഭവാനി റിവറിൽ നിന്ന് കുറേ മത്സ്യങ്ങളെ കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിച്ചു. അങ്ങനെ ഇതിനൊരു വിദേശ മത്സ്യങ്ങൾ ഇന്ത്യ കീഴടക്കുന്നതിൻ്റെ ചരിത്രവും ഒരു വലിയ ചരിത്രമാണ്. പക്ഷേ തിലാപ്പിയ അങ്ങനെയല്ല കേട്ടോ. തിലാപ്പിയനെ 1952 സെപ്റ്റംബർ 8 ഇന്ത്യ കൊണ്ടുവന്നത്. അതിനെ വലിയ രാജകീയമായിട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ രാജകീയമായിട്ടാണ് ഓടിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ മത്സ്യങ്ങളാണ് ഈ നാടൻ മത്സ്യങ്ങളുടെ ഏറ്റവും ഭീഷണികളിൽ ഒന്ന്. ഇനി നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ചോദ്യങ്ങൾ അല്ലേ? എനിക്ക് പരിക്കേൽക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ വലിയ പരിക്കുകളൊന്നും ഏൽപ്പിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ടീച്ചർ എന്നെ പരിക്കുകൾ ഏൽപ്പിച്ചു. ടീച്ചർ എന്നെ ഏറ്റവും സദസ്സിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. നമ്മൾ ഇന്നൊരു വളരെ എൻലൈറ്റനിങ് ആയിട്ടുള്ളൊരു ടോക്കായിരുന്നു. ഒരു ടാക്സോണമിസ്റ്റിനോട് സംസാരിച്ചിട്ട് എനിക്ക് ഇത്രയും കൂടുതൽ നാച്ചുറൽ ഹിസ്റ്ററി ഒരു ടാക്സോണമിസ്റ്റ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിന് ശേഷം ടാക്സോണമി ഞാനൊരു പുതിയ വെളിച്ചത്തിലാണ് കാണുന്നത്. ടാക്സോണമി ആസ് എ വിൻഡോ ടു ദി വേൾഡ്. ഓരോ ഫിഷിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസത്തിൻ്റെയും പേരിൻ്റെ പുറകിൽ അതിനൊരു കഥയുണ്ട്. ഓരോ ഓർഗാനിസത്തിനും ഒരു കഥ പറയാനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ടാക്സോണമിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ടാക്സോണമിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എന്നും എവിടെയുള്ള ശാസ്ത്ര വിദ്യാർത്ഥികൾ, ലൈഫ് സയൻസ് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും തീർച്ചയായും അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുത്ത ഷാജി സാറിന് എൻ്റെ ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ടു ദി ഓഡിയൻസ് ഓൾസോ. താങ്ക് യു.